ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഒന്ന് വിനയപ്പെടുത്തി ഈ പകലേൽപ്പിക്കുക ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേക്കൊന്ന് വരാം. 16-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. നമുക്ക് അതിൻ്റെ 6-ാമത്തെ വാക്യത്തിലേക്കൊന്ന് വരാം. 16 അതിൻ്റെ 6, 7 വാക്യങ്ങളൊന്ന് വായിക്കാം. യെസ്. അടുത്ത വാക്യം. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ അവൾ ഹാഗർ സാറായി വിട്ട് ഓടിപ്പോയി. പിന്നെ യഹോവയുടെ ദൂതൻ മരുഭൂമിയിൽ ഒരു നീരുറവിൻ്റെ അരികെ ശൂര്യന് പോകുന്ന വഴിയിലെ നീരുറവിൻ്റെ അരികെ വച്ച് തന്നെ അവളെ കണ്ടു. സാറായിയുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. അതിന് അവൾ, ഞാൻ എൻ്റെ യജമാനത്തി സാറായി വിട്ട് ഓടിപ്പോകുകയാകുന്നു എന്ന് പറഞ്ഞു. യഹോവയുടെ ദൂതൻ അവളോട്, നിന്റെ യജമാനത്തിയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവൾക്ക് കീഴടങ്ങിയിരിക്കുക എന്ന് കൽപ്പിച്ചു. അടുത്ത വാക്യം കൂടെ. യഹോവയുടെ ദൂതൻ പിന്നെയും അവളോട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. കരങ്ങളെ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സുപരിചിതമായൊരു വേദഭാഗമാണ് നമ്മളിന്ന് ഈ പകൽക്കാലം വായിപ്പാനിടയെത്തിയിരുന്നത്. നമുക്ക് പരിചയമുള്ളൊരു ഭാഗം. ആമേൻ. അതിൻ്റെ നമ്മൾ 16-ന്റെ 7 വായിച്ച ഭാഗം ഇതാണ്. ആമേൻ. സാറായി അവളോട് കാഠിന്യം തുടങ്ങിയപ്പോൾ ഹാഗർ അവളെ വിട്ട് ഓടിപ്പോയി. അടുത്ത് പറയുന്നു, ഒരു ഉറവിനരികെ ദൂതൻ ഇരുന്നിട്ട് ഹാഗറിനോട് ചോദിക്കുന്ന ചോദ്യമാണ്. ആമേൻ. സാറായിയുടെ ദാസിയായ ഹാഗരെ, നീ എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു എന്ന് ചോദിച്ചു. കരമയത്തിൻ്റെ ഒരു ഹല്ലേലൂയ. യെസ്. ഇന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ ഒരുമിച്ചായിരിക്കുന്നത് നമുക്ക് അനുഗ്രഹമാക്കി ദൈവം മാറ്റും, അതിന് സംശയമില്ല. കർത്താവ് ആമേൻ നമ്മളെ അറിയുന്നുണ്ട്. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോകുന്നു. ആമേൻ. ഇത് ചോദിച്ചത് ഹാഗറിനോടാണ്. ആമേൻ. ഈ ഹാഗറിൻ്റെ മറുപടി നമുക്ക് വളരെ പ്രധാനമാണ്. ഈ ചോദ്യം ചോദിക്കാനുണ്ടായ ഒരു സാഹചര്യവും വളരെ പ്രധാനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, അബ്രഹാമിനെ അറിയാത്തവരാരുമില്ല. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായി നമുക്ക് ബൈബിളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഈ സാറായി കുഞ്ഞുങ്ങളില്ലാത്തൊരു മാതാവായി സഹോദരിയായിരുന്നു നമുക്കെല്ലാവർക്കും അറിയാം. ആമേൻ. ബൈബിൾ ഇങ്ങനെ പറയുന്നു, തനിക്ക് ലഭിക്കുകയില്ല എന്ന് മാനുഷികമായി ചിന്തിച്ച് താനിങ്ങനെ തളർന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തൻ്റെ ഉള്ളത്തിനകത്തൊരു ചിന്ത വന്നു. ആമേൻ. ഹാഗറിൽ എബ്രഹാമിനൊരു തലമുറ ഉരുവാകട്ടെ. ഹല്ലേലൂയ. അങ്ങനെ ഹാഗറിൽ എബ്രഹാമിനൊരു തലമുറ ഉരുവാകുന്ന സമയത്താണ് ചില പ്രശ്നങ്ങളുടെ ആരംഭങ്ങൾ. ഹല്ലേലൂയ. ചില പ്രശ്നങ്ങൾ അവിടെ ഉരുത്തിരിയാൻ തുടങ്ങി. പ്രശ്നം വേറൊന്നുമല്ല, ഹാഗർ ഗർഭിണിയായി ഉദരത്തിലൊരു തലമുറ ഉരുവായ സമയത്ത് വേദപുസ്തകം പറയുന്നു, വീട്ടിനകത്ത് എന്തൊക്കെയോ ചില പോരാട്ടങ്ങൾ വെളിപ്പെടാൻ തുടങ്ങി. ആമേൻ. ഹാഗറിന് സമാധാനത്തോടെ വീട്ടിനകത്തിരിക്കാൻ പറ്റുന്നില്ല. ഹാഗറിന് സമാധാനത്തോടെ ഒന്ന് ഇരുന്ന് ആമേൻ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. ഹാഗറിനൊന്ന് സമാധാനത്തോടെ കുടുംബത്തിൽ ആമേൻ ഇരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയുള്ള ചില വിഷയങ്ങൾ ഹാഗറിൻ്റെ ജീവിതത്തിൽ വെല്ലുവിളിക്കാൻ തുടങ്ങിയപ്പോൾ ബൈബിൾ പറയുന്നു, ഹാഗർ സാറായെ വിട്ട് ഓടിക്കളഞ്ഞു. ഒരു ഹല്ലേലൂയ കൂടെ പറഞ്ഞേ. ഹാഗർ എന്ത് ചെയ്തു? സാറായെ വിട്ട് ഓടിക്കളഞ്ഞു. ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ആമേൻ, ഇത്ര നാളും അബ്രഹാമിൻ്റെ വീട്ടിലായിരുന്ന സാറ പെട്ടെന്നൊരു ദിവസം വീട്ടിലായിരുന്ന ഹാഗർ പെട്ടെന്നൊരു ദിവസം ആമേൻ എബ്രഹാമിൻ്റെയും സാറയുടെയും വീട് വിട്ട ഇവൾ ഓടിപ്പോയെങ്കിൽ അതിൻ്റെ കാര്യമെന്നാ? ഒന്ന്, ബൈബിൾ പറയുന്നു, അവൾ പ്രാപിച്ച നന്മ നിമിത്തം ചിലരവളെ കുത്താൻ തുടങ്ങി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അവളുടെ ഉദരത്തിൽ ഉരുവായ തലമുറയെ നിമിത്തം പലരും അവളെ വേദനിപ്പിക്കാൻ തുടങ്ങി. ഈ വേദന ശക്തിയായി അവൾ അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ അവൾ പറയുക, എനിക്കിനെ ജീവിച്ചിട്ട് കാര്യമില്ല.
ഒന്ന് ചിന്തിച്ച് നോക്കാം. ഗർഭിണിയായിരിക്കുന്ന ഒരു സ്ത്രീ, ആമേൻ, സഹോദരിമാർ ഒരുപാട് പേര് ആമേൻ കുഞ്ഞുങ്ങൾ പ്രസവിച്ച അമ്മമാർ ഇതിനകത്തുണ്ട്. നിങ്ങൾക്കറിയാം ആ സിറ്റുവേഷനിൽ, ആ സാഹചര്യങ്ങളുടെ വേദന എന്താണെന്ന്. ആമേൻ ആമേൻ ഇത് ഉരുവാകുന്ന സമയം മുതലേ ആമേൻ പിന്നൊരു 10 മാസം ഇതിനെ ഡെലിവറി കഴിയുന്ന സമയം വരെ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്. ആമേൻ ചിലർക്ക് വോമിറ്റിങ്ങിൻ്റെ പ്രശ്നം വരും, എല്ലാ ഭക്ഷണവും കഴിക്കാൻ പറ്റത്തില്ല, എല്ലാം എന്ത് ചെയ്യത്തില്ല, എല്ലാ യാത്രകളും ചെയ്യാൻ പറ്റത്തില്ല, ഒരുപാട് പ്രശ്നങ്ങൾ ശരീരത്തിലുണ്ട്, ഉദരവേദന കാണും, ആമേൻ എഴുന്നേറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, ജോലി ചെയ്യാൻ പറ്റാത്തവർ കാണും, പല പല പ്രതിസന്ധികൾ. ഇതിപ്പോൾ ശരീരത്തിലെ ഒരു 10 മാസത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതൊക്കെ ചുമന്ന് സഹിച്ച് നടക്കുക. അന്നേരമാണ് ആമേൻ ശരീരത്തിന് ഇങ്ങനൊരു ബലഹീനതയുണ്ട്. ശരീരത്തിന് ഇങ്ങനൊരു ബലഹീനത ഇരിക്കുമ്പോൾ മനസ്സിനും കൂടെ നിങ്ങളെ ആരെങ്കിലും ഇട്ട് കുത്തിയാൽ നിങ്ങൾക്ക് എന്തു തോന്നും? പിന്നെ നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, മരിച്ചാ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞില്ലല്ലോ. ആമേൻ. പിന്നെ നമ്മൾ പറയുന്നൊരു വാക്ക്, മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ബുദ്ധിമുട്ടുകൾ വെളിപ്പെടുമ്പോൾ നമ്മൾ പറയുന്ന വാക്ക്, പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ല. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഈ വേദപുസ്തകത്തിനകത്ത് ഇവിടെ പറയുന്ന ഈ ഹാഗറിനെ കുറിച്ച് ഇങ്ങനെ പറയുന്നു. ഹാഗർ ബൈബിൾ പറയുവാണ്, ഹാഗർ ആമേൻ അവസാനം സാറായുടെ വാക്ക് കേട്ട് തൻ്റെ ജീവിതം ഇങ്ങനെ ആമേൻ പരാജയപ്പെട്ട് ഇനി എനിക്ക് ജീവിക്കണ്ടെന്ന് പറഞ്ഞ് താൻ ഒരു ദിവസം വീട് വിട്ടിറങ്ങി ഓടി ചെന്ന് കയറി ഇതൊരു മരുഭൂമിയുടെ അകത്താണ്. ആമേൻ. ആരുമില്ലാത്തൊരു സ്ഥലത്ത് പോയി താൻ മരിക്കാൻ ആഗ്രഹിക്കുക. ശ്രദ്ധിക്കണം. ആമേൻ. ആരുമില്ലാത്തൊരു സ്ഥലത്ത് ചെന്ന് താൻ എന്ത് ചെയ്യാൻ പോവുക? മരിക്കാൻ ആഗ്രഹിക്കുക. ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, മരിക്കാൻ ആഗ്രഹിച്ച് കൊതിച്ച ആമേൻ അകത്തോട്ട്, മരുഭൂമിയുടെ അകത്തോട്ട് കയറി പോകുമ്പോൾ അവിടെ കണ്ട സംഭവമാണ് നമ്മൾ വായിച്ചത്. ഉറവിനരികെ ഒരു ദൂതൻ ഇരുന്നിട്ട് ഈ ഹാഗറിനെ വിളിച്ചോ, ആമേൻ സാറായിയുടെ ദാസിയായ ഹാഗരെ, നിനക്ക് എന്താ? നീ എവിടെ നിന്ന് വരുന്നു? നീ എങ്ങോട്ട് പോകുന്നു? ഒരു കാര്യം എനിക്ക് മനസ്സിലായി, ഇരിക്കുന്നയാളിന് ഹാഗറിനെ അറിയാം, പക്ഷെ ഹാഗറിന് ഇരിക്കുന്നയാളെ അറിയത്തില്ല. ആമേൻ. ചില സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിരാശ, പ്രയാസം, ഒറ്റപ്പെടൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കും, എന്നെ ആരും അറിയുന്നില്ലല്ലോ, എന്നെ അറിയാൻ ആരുമില്ലല്ലോ. എന്നാൽ സമാധാനിപ്പിക്കാൻ ഒരു വാക്ക് അവിടെ പറയുന്നു, ഹാഗറെ, നിന്നെ എനിക്കറിയാം, നീ ആരെന്ന് എനിക്കറിയാം. കാരണം ആ വാക്കിൽ മറഞ്ഞു കിടക്കുന്ന സത്യം ഇതാണ്. അവ സ്ത്രീയോട് ചോദിച്ച ചോദ്യം ഇതാണ്, ആമേൻ, സാറായിയുടെ ദാസിയായ ഹാഗറെ, അതിൻ്റെ അർത്ഥം നീ ആരാന്ന് എനിക്കറിയാം, അതുകൊണ്ടാണ് നിന്റെ പേര് ഞാൻ വിളിച്ചത്. ഇന്ന് പകൽ നിന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് ചിന്തിച്ച് നീ പലപ്പോഴും വേദനിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ അറിയുന്ന ഒരുവൻ നീ ചെന്നെത്തിയ സ്ഥലത്തുണ്ട്. എത്ര പേർക്ക് ഇന്ന് പകലത് വിശ്വസിക്കാൻ കഴിയും? നിന്നെ നന്നായി അറിയുന്ന ഒരുവൻ, നിന്നെ നന്നായി അറിയുന്ന ഒരുവൻ. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ, നീ എവിടെ നിന്ന് വരുന്നു എന്നോ, നീ എങ്ങോട്ട് പോകുന്നു എന്നോ, നീ എവിടെ ആയിരുന്നു എന്നോ, നിന്റെ തൊഴിലെന്താണെന്നും നിന്റെ ജീവിതം എന്താണെന്നോ നന്നായി അറിയുന്ന ഒരു ദൂതൻ അവിടെ ഇരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ചിന്ത ഏതാണ്? എന്നെ ആരും അറിയുന്നില്ല, എന്നെ ആരും മനസ്സിലാക്കുന്നില്ല. എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിലെ ഭർത്താവ്, എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ മക്കള്, അപ്പൻ, അമ്മ, ഇവരൊന്നും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ, എന്നെ അറിയുന്നില്ലല്ലോ എന്ന് നമ്മളൊക്കെ പലപ്പോഴും പരിഭവം പറയുമ്പോൾ എൻ്റെ ദൈവം പറയുക, നിന്നെ നന്നായി അറിയുന്ന ഒരുവൻ മരുഭൂമിക്കകത്തുണ്ട്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോടും പറയാ, ഈ 2024 അവസാനത്തെ മാസത്തിൽ നിൽക്കുമ്പോൾ എന്നെ ആരും അറിയുന്നില്ലല്ലോ എന്ന് നമ്മൾ പറയുമ്പോൾ, ഇന്ന് പകൽ നീ ആരാധിക്കുന്ന ദൈവത്തിന് നിന്നോട് പറയാൻ ഒരു മറുപടിയുണ്ട്. നന്നായി അറിയുന്ന ഒരുവൻ മരുഭൂമിക്കകത്ത് വന്നിട്ടുണ്ട്. യേശുവിന്റെ നാമത്താൽ ജയമെടുക്കുകയാണ്. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നെ ആർക്കും അറിയത്തില്ലെന്നല്ല, നിന്നെ നന്നായി അറിയുന്ന ഒരുവൻ അവിടെയുണ്ട്. ഹല്ലേലൂയ. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ
ഹാഗർ മരുഭൂമിയുടെ അകത്തോട്ട് കയറിയതിന് ജീവിക്കണ്ടെന്ന് ചിന്തിച്ച അല്ലേ, ഇനി എനിക്ക് ജീവിതം മടുത്തു, ഞാൻ ഇനി ജീവിക്കുന്നില്ല. അങ്ങനെ ആരെങ്കിലും ഇതിനകത്ത് ഇരിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും. ആമേൻ. മടുത്തുപോയ ജീവിതത്തെ കർത്താവ് പിന്നെയും സന്തോഷമാക്കി മാറ്റാൻ പോവുക. ഒരു ഹല്ലേലൂയ ഇവിടെ പറഞ്ഞേ. ആമേൻ. ഒത്തിരി പേര് എനിക്കറിയാം ജീവിതം മടുത്തുപോയി. ചില സാഹചര്യങ്ങൾ വരുമ്പോൾ ആമേൻ അത് നമ്മൾ തന്നെ പറയും എനിക്കിനി ജീവിക്കണ്ട. ചില കുത്തുവാക്ക് കേൾക്കുമ്പോൾ നമ്മൾ പറയും എനിക്കിനി ജീവിക്കണ്ട. വീട്ടിനകത്തെ സമാധാനത്തോടെ ഉറങ്ങാൻ അനുവദിക്കാതെ വരുമ്പോൾ നമ്മൾ പറയും എനിക്കിനി ജീവിക്കണ്ട. ഈ ഹാഗറിനും അത് തന്നെയാണ് പ്രശ്നം. ആമേൻ. വീട്ടിലുള്ളവർ തനിക്ക് സമാധാനം കൊടുക്കാതെ വന്നപ്പോൾ ഈ ഹാഗർ പറയുക ഞാനിനി മരിക്കാൻ പോവുക, ഞാനിനി ജീവിക്കുന്നില്ല. താൻ തെരഞ്ഞെടുത്ത വഴി എന്ന് പറയുന്നത് ഒരു മരുഭൂമിയുടെ അകത്താ. പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്തും നിങ്ങളോട് പറയുന്നു, മരുഭൂമിയുടെ അകത്താ. വേദപുസ്തകം പറയുന്നു ഈ ഹാഗർ അകത്തോട്ട് കയറുമ്പോൾ തൻ്റെ ചിന്ത തന്നെ ആരും കാണുന്നില്ല. എന്നാൽ ഇന്ന് പകൽക്കാലം മരണത്തിന് വേണ്ടി നീ പോയിട്ടും നിന്നെ മരിക്കാൻ അനുവദിക്കാതെ ആരെങ്കിലും നിന്നെ തടഞ്ഞു എങ്കിൽ ഒരു കാര്യം ഞാൻ ഉറപ്പോടെ പറയാം, നിന്നെ ആരോ കാണുന്നുണ്ട്. നിന്നെ കാണുന്നവൻ കേവലം മനുഷ്യനല്ല, നിന്നെ കാണുന്നവൻ നിന്റെ സൃഷ്ടാവെന്ന് മറക്കരുത്. നിന്നെ കാണുന്നത് ഒരു മനുഷ്യനെന്നല്ല, നിന്നെ കാണുന്നത് ഒരു ദൈവമാണ്. നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. ഞാൻ പറയാം ഈ ഹാഗർ ആമേൻ തനിക്കിന് ജീവിക്കണ്ട എന്ന് കരുതിയ താൻ എന്ത് ചെയ്തേ? താൻ മരുഭൂമിയുടെ അകത്തോട്ട് കയറി. അവിടെ ചെന്ന് നോക്കിയപ്പോൾ ഒരാൾ തന്നെ ഇങ്ങോട്ട് വിളിച്ചു ചോദിക്കുക, നീ ആമേൻ സാറായുടെ ദാസിയല്ലേ? നീ എന്തിന് നീ എവിടെ നിന്ന് വരുന്നു, നീ എങ്ങോട്ട് പോകുന്നു? സത്യം പറഞ്ഞ് വരവും പോക്കും പുള്ളിക്കറിയാം. പിന്നൊന്ന് ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. കരമേഴ്ത്തിട്ടൊരു ഹല്ലേലൂയ പറ. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടി ചോദിച്ചെന്നേ ഉള്ളൂ. എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടാ പോകുന്നു? ആമേൻ. പുള്ളിക്കാരന് മനസ്സിലായി ഈ വരവിന് തിരിച്ചു പോകാനല്ല, ഈ വരവ് ഇവിടെ കൊണ്ട് ഒതുങ്ങാനാ. ആമേൻ. തനിക്കിന് ജീവിക്കണ്ട എന്ന് കരുതി താൻ അതിനകത്ത് ഒതുങ്ങാനായി വരുമ്പോൾ സ്വർഗത്തിലെ ദൂതൻ ഇറങ്ങി നിന്നിട്ട് പറയുക, ഹാഗരെ നീ പേടിക്കരുത്, നിന്റെ ഉദരത്തിനകത്തൊരു തലമുറയുണ്ട്. ഈ തലമുറയെക്കുറിച്ച് ദൈവം ഒരു ദൂത് പറഞ്ഞു, ഒരു വാഗ്ദത്തം പറഞ്ഞു. ആ തലമുറയെ ഞാൻ വർദ്ധിപ്പിക്കും. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, അവസാനിപ്പിക്കാം എന്ന് കരുതി മരുഭൂമിയുടെ അകത്തോട്ട് കയറിയ ഹാഗറിന് ഒരു വാഗ്ദത്തം കിട്ടുകയാണ്. ആമേൻ. ആ തലമുറ വർദ്ധിക്കുന്ന തലമുറയാണ്. ഇന്ന് പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ചില വാഗ്ദത്തങ്ങൾ മരിക്കാൻ പോയതിനെ ജീവിപ്പിക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ ജീവിതമില്ലെന്ന് പറഞ്ഞ് മടുത്തുപോയ ചിലതിനെ ജീവിപ്പിക്കുന്നത് ചില വാഗ്ദത്തങ്ങൾ. മരിക്കാൻ പോയ ചിലതിനെ ജീവിപ്പിക്കുന്ന ചില വാഗ്ദത്തങ്ങൾ ഇന്ന് ഈ ഞായറാഴ്ച പകലിൽ ചിലര് കേൾക്കാൻ പോവുകയാണ്. ഇന്ന് പകൽ നിന്റെ മഹത്വം ചലിക്കട്ടെ. In the name of Jesus. Hallelujah. ഒന്ന് രണ്ട് കാര്യങ്ങളോട് ഞാൻ വേഗത്തിലൊന്ന് പറയാം. പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് പകൽ നിങ്ങളെക്കുറിച്ച് കാണുകയാണ്. ആമേൻ ഏതൊക്കെയോ സന്ദർഭങ്ങളിൽ ഇനി ജീവിക്കണ്ടെന്ന് പറഞ്ഞ് മരിച്ചാ മതി എന്ന് ചിന്തിച്ചതാ. പക്ഷെ ഇന്നും നിങ്ങളെ നിർത്തിയിരിക്കുന്നതിൻ്റെ കാരണം നിന്റെ ഉള്ളിൽ ഉരുവായൊരു വാഗ്ദത്തമാണ്. ആത്മാവ് ആരുടെയൊക്കെ ദൂതായി പറയുന്നു, ഇന്ന് 2024 12ാം മാസത്തിലും നീ നിൽക്കുന്നതിൻ്റെ കാരണം എന്തെന്നറിയാമോ? നിന്റെ ഉള്ളിൽ ഉരുവായൊരു വാഗ്ദത്തം. എത്ര പേർക്കത് വിശ്വസിക്കാൻ കഴിയും? ഈ 24 ഞാൻ നിൽക്കുന്നത് ഒരു വാഗ്ദത്തത്തിന്റെ ബലത്തിലാ. ഓ യെസ് 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 യെസ്. 24 ഞാൻ ജീവിക്കുന്നത് ഒരു വാഗ്ദത്തത്തിന്റെ ബലത്തിലാ. വിശ്വസിക്കാൻ ഇന്ന് പകൽ ആളുണ്ടോ? ആത്മാവ് അതിശക്തമായി പറയുന്നു, നിന്നിൽ ഉരുവായ ചില വാഗ്ദത്തങ്ങൾ, നിന്നിൽ വെളിപ്പെട്ട ചില വാഗ്ദത്തങ്ങൾ
പരിശുദ്ധാത്മാ പറയുന്നു, വാഗ്ദത്തത്തിന് മരണമില്ല, വാഗ്ദത്തം മരിക്കത്തില്ല. ഇത് നിന്നിലാ കിടക്കുന്നെങ്കിൽ നിനക്കും മരണമില്ല. ചില വാഗ്ദത്തങ്ങൾ നിവർത്തിയാകുന്നത് വരെ. ഓ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ഈ അമ്മയോട് ദൂതൻ പറയുക, നിന്റെ ഉദരത്തിൽ കിടക്കുന്നത് പലതും കുത്താനുള്ള കാരണം എന്നാണെന്നറിയാമോ? ഇതൊരു വാഗ്ദത്തത്തിന്റെ മുളയാണ്. ഇന്ന് ആത്മാവിൽ ആരുടെയൊക്കെ പറയുന്നു, ചെറിയ ചില മുളകൾ നിങ്ങളുടെ ഉള്ളിൽ വെളിപ്പെടുമ്പോൾ ചിലർ നിന്നെ വേദനിപ്പിക്കുന്നു, ചിലർ നിന്നെ ദണ്ണിപ്പിക്കുന്നു. അർത്ഥം നാം പറഞ്ഞുതരാം. ആ മുളച്ചു വരുന്ന മുളയില്ലേ, അത് നാളത്തെ വാഗ്ദത്തമാണ്. ഇത് നിനക്ക് പിടിയില്ല, പക്ഷെ ശത്രുവിനറിയാം. നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന പിശാചിനറിയാം ഈ മുള നാളത്തെ വാഗ്ദത്തമാണ്. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, ചില വാഗ്ദത്തങ്ങള് ചുമക്കുന്നവർ ഇവിടെ ഉണ്ട്, ചുമക്കുന്നവർ ഇവിടെ ഉണ്ട്, ചുമക്കുന്നവർ ഇവിടെ ഉണ്ട്. ഇതാ ഇത്ര വേദന, ഇതാ നിന്നെ പലരും ദണ്ഡിപ്പിച്ചതിന്റെ കാരണം, ഇതാ നിന്നെ പലരും ബലഹീനപ്പെടുത്തിയതിന്റെ കാരണം. ഓ പരിശുദ്ധാത്മാവ് ആരുടെയൊക്കെ ഇന്ന് പകൽ സംസാരിക്കുന്നതിനകത്ത് നിന്റെ അകത്തൊരു വാഗ്ദത്തം മുളച്ചത് കൊണ്ട് പലരും നിന്നെ വേദനിപ്പിച്ചത്, നിന്റെ അകത്തൊരു വാഗ്ദത്തം കിടക്കുന്നത് കൊണ്ട് ശത്രു നിന്നെ ഒതുക്കിയത്. ഇന്ന് പകൽ ഭയം വേണ്ട, ഭയം വേണ്ട. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്നിലൊരു വാഗ്ദത്തം മുളച്ചിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദത്തം പൊടിക്കും, അത് നിവർത്തിയാകും, അത് ചലിക്കും, അത് തളിർക്കും, അത് പൂക്കും. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് പകലിൽ ചില വാഗ്ദത്തങ്ങളുടെ നിവർത്തീകരണങ്ങൾ ഈ ആണ്ട് തീരുന്നതിന് മുൻപ് സ്വർഗം ചെയ്യട്ടെ. ഓ, take the power. യേശുവേ, നിന്റെ മഹത്വം ഇറങ്ങട്ടെ, നിന്റെ മഹത്വം ചലിക്കട്ടെ. ചിലർക്കൊരു സംശയം, എബ്രഹാമിന്റെ വീട്ടിലാ പാർത്തത്, എന്നിട്ടും ഇത്ര പ്രശ്നം എന്താ? സാറായുടെ ദാസിയായിരുന്നല്ലോ, എന്നിട്ടും എന്താ ഇത്ര പ്രോബ്ലം? ഇന്ന് പകൽ ഞാൻ പറയാം, നിന്റെ ഉദരത്തിൽ ഉരുവായത് ഒരു സാധാരണ തലമുറയെന്നല്ല, അത് ഒരു വാഗ്ദത്തമാണ്. ഇന്ന് പകൽ ദൈവം കൊടുത്ത വാഗ്ദത്തം നശിപ്പിക്കാനല്ലേ? ആമേൻ. സാമേ ഹാഗറെ, നീ മരുഭൂമി വന്നത് നശിക്കണ്ട, നിന്റെ അകത്ത് കിടക്കുന്നവനും ഒരു ജാതിയായി മാറും. ഓ, നീ തന്നെ ഒതുങ്ങണമെന്ന് പിശാച് ചിന്തിക്കുമ്പോ നിന്നെ നോക്കി സ്വർഗത്തിലെ തമ്പുരാൻ പറയുന്നു, നിന്നെ ഒതുക്കാൻ പിശാച് പദ്ധതിയിടുമ്പോ നിന്റെ തലമുറയെ കൂടെ ദൈവം പുറത്തു കൊണ്ടുവരും. ഓ, എത്ര പേരുണ്ടെന്ന് പകലതിനെ വിശ്വസിക്കാൻ? നീ കൊണ്ട് നിന്റെ കുടുംബം അവസാനിക്കണമെന്ന് പൈശാചികൻ വാദിക്കുമ്പോ മരുഭൂമിയിൽ നിന്നെ കാണുന്നവർ നിന്നോട് പറയുക, നിന്റെ തലമുറയെ കൂടെ ഞാൻ പുറത്തു കൊണ്ടുവരാൻ പോവുക. നീ കൊണ്ട് അവസാനിക്കത്തില്ല. ചില വാഗ്ദത്തങ്ങൾ നിന്റെ തലമുറയിലൂടെ, ഓ യെസ് 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 യെസ്, പ്രതീക്ഷിക്കാത്ത ചില വിടുതലുകൾ നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിക്കും, നിങ്ങളുടെ തലമുറകളിൽ നടക്കും. Come on, take the glory. ഈ അഭിഷേകത്തെ ഒരു തീ പോലെ, ഓ, പിടിക്കാൻ കഴിയുന്നവർ പിടിക്കുക. Receive the fire. ഓ, നിറയുക നിറയുക നിറയുക. തീ തൊടുന്ന പോലെ ആ മഹത്വം തൊടട്ടെ. തീ തൊടുന്ന പോലെ ആ ദൈവശക്തി ചില ശരീരങ്ങളെ തൊടുകയാ തൊടുകയാ തൊടുകയാ. ഇല്ല കുഞ്ഞ്, നീ അവസാനിക്കത്തില്ല. അടുത്ത ജനറേഷനിൽ ചില വാഗ്ദത്തങ്ങൾ ദൈവം ഇടുകയാ. Holy Spirit, Holy Spirit,
Holy Spirit, Sharabada Thara, Rimana Shekeni, Riba Lakamana, Shara Theri Yamteni, Ribal Kamanagadazi, Parishutatmava, Ipagal Ningalod Barino, Nine Kondavasani Pika Pisaj Stramikia, Pacha Tamburam Barino, a Maripumil Nadakuna encounter, Nigondavasanikiella, Ade Shatru Kana Takavana, Ninde Adita Talamurayam, Vartana Vilake, oh, yes, Vartana Vilaka, Sharadara, Lava Shandana, Regal Kamanaga, take it the power. Oh, Todaga, Daivat Babu Todaga, Yabishegam in the Todaga, Nigonda Wagdata Vavasanikatilla, Marikan Allah in the Daivam Village. ചില മരുഭൂമികൾ വാഗ്ദത്തത്തിന്റെ നിവർത്തീകരണത്തിലേക്ക് വരാൻ പോവുക. ശത്രുവായവൻ നിന്നെ കൊല്ലാൻ പദ്ധതിയിട്ടെങ്കിൽ നീ നിന്റെ തലമുറയുമായി അതിനെ ജയിക്കും. 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 Yes. Oh. Oh. La ba 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 ba. Sharadara base. Limana shekeni. Ribal kamanagadaga. യേശുവിന്റെ നാമത്തിൽ ജയം. Oh, in mighty name of Jesus. La brashekeni. Riba shamanagadaga. Kamanagadaga. Atuna rachas kamanagadaga. In mighty name of Jesus. ഒരു ഹാഗറിനെ മരുഭൂമിക്കകത്തിട്ട് ഒതുക്കുവാൻ പിശാച് പഠിച്ച പണി 18 നോക്കുക. തൻ്റെ ഉദരത്തിലൊന്ന് ഉരുവായതേയുള്ളൂ. അതാണാണോ പെണ്ണാണോ നാക്കും അറിയത്തില്ല. പക്ഷെ എല്ലാം അറിയുന്നവൻ മരുഭൂമിയിൽ വെയിറ്റിംഗ്. തക്ക സമയത്ത് വാഗ്ദത്വം ചിലതിനെ ജീവിപ്പിക്കും. തൻ്റെ കുഞ്ഞിനെയും കൊന്ന് താനും നശിക്കാൻ വേണ്ടിയ മരുഭൂമി കയറിയത്. അന്നേരം അകത്ത് മരുഭൂമിയുടെ അകത്തിരിക്കുന്ന പുള്ളിക്കാരൻ വിളിച്ചേച്ചു പറഞ്ഞു, ആഗറേ, നിന്റെ അകത്തൊരു തലമുറയുണ്ട്. അവന് ചിലപ്പോൾ 2 മാസത്തെ വളർച്ചയെ കാണത്തുള്ളൂ. അവൻ്റെ പേര് ഇസ്മായേലാണ്. ഗ്ലോറി ടു ജീസസ്. പരിശുദ്ധാത്മാവ് ഇന്ന് പറയുന്നു, നാളെ അറിയാവുന്നവനാണ് ആ മരുഭൂമിക്കകത്ത് ഇരിക്കുന്നവൻ. നീ കണ്ട അബ്രഹാമിന് ഇന്ന് മാത്രമേ അറിയാവൂ. ഇന്നലത്തേതും അറിയാം. അവരെ നിന്നെ വേദനിപ്പിക്കും. അവർ നിന്നെ തള്ളിക്കളയും. പിന്നെ സാത്താൻ, അവൻ ഇച്ചിരി കൂടെ അറിയാം. നീ ഇങ്ങനെ പോയാൽ നാളെ എന്താകുമെന്നും അവനറിയാം. ആകാതിരിക്കാൻ അവൻ ചിലതൊക്കെ കാണിച്ചു കൂട്ടും. ആത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, ആ കാണിച്ചു കൂട്ടിയതിൻ്റെ ബലത്തിലാണ് ഈ പുള്ളിക്കാരത്തി മരിക്കാൻ വേണ്ടി ഓടിയേ. ഇപ്പം മരിക്കാമെന്ന് പറഞ്ഞ് കയറിയതാ. പക്ഷെ അകത്ത് ചെന്നപ്പോൾ അവിടെ ഒരാൾ വിളിച്ചു പറയുക, നീ ആരാന്ന് എനിക്കറിയാം, നീ സാറായുടെ ദാസിയാ. ഈ സഹോദരി അവസാനം പറഞ്ഞൊരു പദമുണ്ട്, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. അല്ല, നമ്മൾ വായിച്ചോ വാക്യം? ഇല്ല, താഴെ വാക്യം കൂടെ ജസ്റ്റ് ഒന്ന് വായിച്ചേ. അതിൻ്റെ 16 തോന്നുന്നു. സോറി, 13. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ എന്ന് പറഞ്ഞു. ഒരു ഹല്ലേലൂയയോടെ പറഞ്ഞേ. ചാകാനാ പോയതെങ്കിലും ഒരു കാര്യം ഉറപ്പായി, എന്നെ കാണുന്ന ഒരാളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് ശ്രദ്ധിക്കുക. നമ്മൾ ഏതൊക്കെയോ പരാജയത്തിലേക്ക് പോകുമ്പോഴും ഒരു കാര്യം ഒരു കാര്യം നമുക്ക് മനസ്സിലാകുന്നുണ്ട്, എന്നെ എല്ലാം അറിയുന്ന ഒരുവൻ കാണുന്നുണ്ട്. ഈ സഹോദരി പറയുക, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ഹല്ലേലൂയ. നമുക്ക് എത്ര പേർക്ക് പറയാൻ പറ്റും എന്നെ കാണുന്ന ഒരാളുണ്ടെന്ന്? ഈ ഉറപ്പ് നമുക്കുണ്ടോ? നീ തോൽവിയിലേക്കാണ് പോകുന്നതെങ്കിലും ഇപ്പോൾ എൻ്റെ ആ വെളിപ്പാട് ഈ സഹോദരിക്ക് സംഭവിച്ചു. എന്നെ കാണുന്നവൻ ഇവിടെയും വന്നു. നീ മരണത്തിലേക്കാണ് പോകുന്നതെങ്കിലും തമ്പുരാൻ പറയുക, ഞാൻ നിന്നെ വിടുകയില്ല.
നിന്നെ വാഗ്ദത്വത്തിന് വേണ്ടി ദൈവം ജനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ വാഗ്ദത്വത്തിന് വേണ്ടി ദൈവം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നീ ഏത് സ്ഥലത്ത് ഒളിച്ചു പോയാലും പരിശുദ്ധാത്മാവ് പറയുന്നു, പിറകെ വന്ന് നിന്റെ അടുക്കൽ നിന്നേച്ച് നിന്നെ പേര് വിളിക്കുന്നൊരു സമയമുണ്ടാകും. ഇന്ന് പകൽ സ്വർഗം പറയുന്നു, അന്നേരം ഹാഗർ പറയും, എന്നെ കാണുന്നവന് ഞാൻ ഇവിടെയും കണ്ടു. ഓ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. നമുക്ക് പലപ്പോഴും വെളിപ്പാട് എന്നെ ആരും കാണുന്നില്ല, സ്വന്തം. പക്ഷെ ഹാഗറിനൊരു വെളിപ്പാട് കിട്ടി, എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടു. ഹല്ലേലൂയ. മരിക്കാൻ തിരഞ്ഞെടുത്തത് എല്ലാവരും ഉള്ള സ്ഥലത്തല്ല, ആരും ഇല്ലാത്ത സ്ഥലമാണ്. പരാജയം വന്നപ്പോൾ ഓടിയത് കുടുംബ വീട്ടിലല്ല, മരുഭൂമിയിൽ മരിക്കാനാ. ഗ്ലോറി ടു ജീസസ്. ഞാൻ നിങ്ങളോട് പറയാം, പരാജയം വരുമ്പോൾ മരിക്കുകയല്ല വേണ്ടത്, ഒരു മരുഭൂമി നല്ലതാ. അതിനകത്തോട്ട് കയറിയിട്ടൊന്ന് മുട്ടുമടക്കണം. അപ്പോഴാ നമ്മളെ കാണുന്നവനെ നമ്മൾ കാണുന്നത്. മരുഭൂമിക്കകത്ത് കയറണം, അപ്പോഴേ നമ്മളെ കാണുന്നവനെ നമുക്ക് കാണാൻ പറ്റൂ. ഇന്ന് ആത്മാവിൽ ഞാനൊരു ദൂതായി നിങ്ങളോട് പറയാം, ഉള്ള വാഴ ജീവിക്കണ്ടെന്ന് പറഞ്ഞങ്ങ് എടുത്ത് ചാടുകയല്ല, ഒന്ന് മുട്ടുമടക്കി നോക്ക്. ആ വരണ്ട മരുഭൂമിക്കകത്ത് നീ ഒരു കാഴ്ച കാണും. നിന്നെ കാണുന്നവൻ നിന്റെ മുമ്പിൽ ഇറങ്ങുന്നത് കാണും. നിന്നെ കാണുന്നവൻ നിന്റെ അരികിൽ നിൽക്കുന്നത് കാണും. നിന്നെ കാണുന്നവൻ നിന്റെ കൂടെ നിൽക്കുന്നത് കാണും. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. തക്ക സമയത്ത് ദൈവം വരും. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അനുഭവം നിങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഓർക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒറ്റവാക്കി ഞാനൊന്ന് പറഞ്ഞു പോവാം. കഴിഞ്ഞ മാസം രാത്രി 11 മണിക്ക് എൻ്റെ ഫോണിലൊരു ഒരു മെസ്സേജ് വന്നു, വാട്സാപ്പ് മെസ്സേജ്. അർജൻറ്റ് പ്ലീസ് പാസ്റ്റർ കോൾ മീ. ഞാനിത് കണ്ടപ്പോഴേ 12 മണി, 11:45 കഴിഞ്ഞു. ഞാൻ 12:45 കഴിഞ്ഞപ്പോൾ ഞാൻ ഈ മെസ്സേജ് ഏകദേശം 3/4 മണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ ആവാൻ പോവുക മെസ്സേജ് അയച്ചിട്ട്. അപ്പോൾ അപ്പോഴത്തെ അർജൻറ്റിന് ഞാൻ വിളിക്കുന്നത് 1 മണിക്കൂർ കഴിഞ്ഞ്. ഹല്ലേലൂയ. അപ്പോൾ ഞാനേതായാലും പിന്നെ പുള്ളി ഒരു സഹോദരനാണെന്ന് അറിയാം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, 11 മണിക്ക് ശേഷം ഞാൻ ആരെയും വിളിക്കാറില്ല, ഞാനങ്ങ് വിളിച്ചു. ആദ്യത്തെ കോൾ എടുത്തില്ല, എന്തോ ഒരു പന്തികേട് തോന്നി. ഒന്നുകൂടെ ദൈവാത്മാവ് പറഞ്ഞ് വിളിച്ചു. ആമേൻ. അപ്പോൾ അർജൻറ്റല്ലേ, എന്തായാലും നോക്കണമല്ലോ. ഞാൻ രണ്ടാമത്തെ കോൾ വിളിക്കുമ്പോൾ പുള്ളി കോൾ അറ്റൻഡ് ചെയ്തു. എടുത്തിട്ട് ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു, ആര് പറഞ്ഞു എന്നെ ഇങ്ങോട്ട് വിളിക്കാൻ? ഇപ്പം എന്തിനാ വിളിച്ചേ? ഇതാ ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളല്ലേ എന്നെ വിളിക്കാൻ പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ വിളിച്ചു. പക്ഷേ ഈ പുള്ളിക്കാരൻ അവിടെ ഇരുന്നിട്ട് അടുത്ത് എന്നോട് പറയുക, ഇപ്പോൾ വിളിക്കണ്ടായിരുന്നു, ഒരു 2 മിനിറ്റ് കഴിഞ്ഞെങ്കിൽ പിന്നെ നിങ്ങൾ എന്നെ കാണത്തില്ല, പിന്നെ എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കത്തില്ല. ഞാനൊന്ന് തീരുമാനിച്ചു, ഞാൻ മരിക്കാൻ പോവുക. പിന്നെ ഈ കാര്യം വിട്ടിട്ട് പുള്ളി ഏതോ ട്രാപ്പിനകത്ത് നിന്ന് ഇരിക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എവിടെയാ? രാത്രി 12 മണിക്ക് പുള്ളി പറഞ്ഞു, ഞാൻ മരത്തിൻ്റെ മണ്ടയിലാണ്. ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. രാത്രി 12 മണിക്ക് മരത്തിൻ്റെ മണ്ടയിലിരിക്കുക. ഞാൻ ചോദിച്ചു, എന്ത് ചെയ്യാൻ പോവുക? ഞാൻ മരിക്കാൻ പോവുക പാസ്റ്ററെ. ഇനി എനിക്ക് ജീവിക്കണ്ട, എൻ്റെ കുടുംബത്തിന് എൻ്റെ വേണ്ട, നാട്ടുകാർക്ക് വേണ്ട, വീട്ടുകാർക്ക് വേണ്ട, പിന്നെ ഞാൻ ഇനി എന്നാതിനാ, ആർക്ക് വേണം? പെട്ടെന്ന് ഞാൻ അദ്ദേഹത്തോട്, നിങ്ങൾ എനിക്കും വേണം, എൻ്റെ ദൈവത്തിനും വേണം. ഹല്ലേലൂയ. നിങ്ങൾ എനിക്കും വേണം, എൻ്റെ ദൈവത്തിനും വേണം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ചുമ്മാ പറയരുത് പാസ്റ്ററെ. ഞാൻ പറഞ്ഞു, വേണമെന്നേ നിങ്ങളെ ദൈവത്തിന് ആവശ്യമുണ്ട്. ആമേൻ. ഈ മനുഷ്യന് വേണ്ടി ഞാൻ 1-2 കാര്യങ്ങളെങ്കിൽ സംസാരിച്ചു. അദ്ദേഹം മനസ്സ് തുറന്ന് കുറച്ച് കരച്ചിലും കുറച്ച് സങ്കടങ്ങളും, പിന്നെ ജനിച്ച അന്ന് മുതലുള്ള കുറേ കാര്യം, ഇച്ചിരി വാട്ടീസും കൂടെ അടിച്ചിട്ടുള്ളതുകൊണ്ട് പണ്ട് മുതലേയുള്ള കാര്യങ്ങൾ ഇനി വരും. അന്ന് മുതലുള്ള കുറേ കാര്യങ്ങൾ ഇതെല്ലാം പിന്നെ ഞാനൊരു 5-10 മിനിറ്റ് ഇവിടെ നിന്ന് കേട്ടു. കാരണം ഇതെല്ലാം കൂടെ അകത്തിരുന്നിട്ടാണ് പുള്ളി മരിക്കാൻ പോകുന്നത്. ഇതിങ്ങ് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിനൊരു സമാധാനം കിട്ടുമല്ലോ എന്ന് ചിന്തിച്ച് ഞാനങ്ങ് കേട്ടു കഴിഞ്ഞിട്ട് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ കൊണ്ടൊന്ന് പ്രാർത്ഥിക്കാം, നിങ്ങൾ മരിക്കണ്ട, നിങ്ങൾ താഴെ ഇറങ്ങണം. പെട്ടെന്ന് അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യം, അപ്പോൾ എന്നെ മരിക്കാൻ വിടില്ലേ? അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, അദ്ദേഹത്തെ ഞാൻ പിടിച്ചു വെച്ചേക്കാണ്. എന്നെ മരിക്കാൻ വിടില്ലേ? ആമേൻ. എത്രയോ ദൂരത്ത് അപ്പുറം നമ്മൾ ഇരിക്കുന്നത്, തൊട്ടടുത്തൊന്നും അല്ല. ഞാൻ എൻ്റെ ആദ്യം എവിടെ ഇരിക്കുന്നതെന്ന് അറിയത്തില്ല. കിലോമീറ്ററുകൾക്ക് അപ്പുറം ഇരിക്കുന്ന മനുഷ്യൻ എന്നോട് പറയും, എന്നെ മരിക്കാൻ വിടില്ലേ?
അപ്പം എനിക്കൊരു കാര്യം ഉറപ്പായി, എൻ്റെ മേൽ കിടക്കുന്ന അഭിഷേകം അദ്ദേഹത്തെ പിടിച്ചു നിർത്തിയേക്കുക. അത് സംഭവിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ മേലും കിടക്കുന്ന അഭിഷേകത്തിന് അങ്ങനെ പവറുണ്ട്. ഫോണിൽ വിളിച്ചാൽ മതി, ചിലർ അവിടെ നിൽക്കും. നിന്റെ വോയിസ് അവൻ്റെ കാതിലെത്തിയാൽ മതി, ചിലർ അവിടെ സ്ട്രക്കാകും. ചിലരിനി പാപത്തിന് അടിമപ്പെടുകയില്ല, ചിലർ മരണത്തിലേക്ക് പോകയില്ല. നിന്റെ അകത്ത് കിടക്കുന്ന ദൈവശക്തി അങ്ങനെയുള്ള ശക്തിയാകട്ടെ. യേശുവിന്റെ നാമത്താൽ ചെയ്യ. നിന്റെ അഭിഷേകത്താൽ ദേശങ്ങൾ പിടിക്കപ്പെടട്ടെ, പട്ടണങ്ങൾ പിടിക്കപ്പെടട്ടെ, പാപികൾ പിടിക്കപ്പെടട്ടെ. Glory. Praise God. അപ്പോൾ എന്നെ മരിക്കാൻ വിടില്ലേ? ഞാൻ പറഞ്ഞു വിടില്ല. ഞാനും അങ്ങനെ തന്നെ പറഞ്ഞു. ആമേൻ. ഞാൻ അദ്ദേഹത്തോട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും. ഞാനൊരു 2-3 മിനിറ്റ് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച മരണപിശാചിനെ ഞാൻ ശാസിച്ചു വിട്ടുപോകാൻ പറഞ്ഞു. ഇദ്ദേഹം അവിടെ ഇരുന്ന് പ്രാർത്ഥന എല്ലാം കേട്ടിട്ട് ഞാൻ അദ്ദേഹത്തോട് ഞാൻ താഴെ ഇറങ്ങുക. അപ്പോൾ എന്നോട് പറയുക, പാസ്റ്ററെ കെട്ടഴിക്കാൻ പറ്റുന്നില്ല. പാതിരാത്രി ഇനി മുടുക്കി വെച്ച് കെട്ടിയത് എങ്ങനെ അഴിക്കും? അപ്പോൾ ഞാൻ എന്നെ അഴിക്കാൻ പറ്റാത്ത അതിനെ അറുത്തിടാനേ പറ്റത്തുള്ളൂ. കാരണം പകുതി വഴിക്ക് താഴെ പോവാതിരിക്കാൻ വേണ്ടി ഞാൻ എന്നാലാവുന്ന വിധം മാക്സിമം കെട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ആമേൻ, ഞാൻ പറഞ്ഞ് അതവിടെ കിടക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് നിങ്ങളതുവഴി പോകുമ്പോൾ നോക്കിയാൽ മതി, കർത്താവ് നിങ്ങളെ രക്ഷിച്ച വിധം മനസ്സിലാവും. ഇന്നും അഴിച്ചോന്ന് എനിക്കറിയത്തില്ല. ആമേൻ. ഏതായാലും ഞാൻ പറയാം, ഈ മനുഷ്യൻ കയറവിടെ വിടാൻ പറഞ്ഞ് വിട്ടു. ഞാൻ ഈ ഫോണിൽ സംസാരിച്ച് ഇദ്ദേഹത്തെ താഴെ ഇറക്കി. ഇദ്ദേഹം ഫോൺ വിളിച്ച് താഴെ ഇറങ്ങി. ഇനി എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞു നടക്ക, എവിടെ പോകണം? ഞാൻ പറഞ്ഞു വീട്ടിൽ കയറ്. അദ്ദേഹം വീട്ടിൽ കയറി, ബെഡ്റൂമിൽ കയറി, കഥ കടയ്ക്കാൻ പറഞ്ഞ് കഥ കടച്ചു, കട്ടിലിരിക്കാൻ പറഞ്ഞ് കട്ടിലിരിച്ചു. ഈ അടുത്ത് ചെയ്യേണ്ടത് ലൈറ്റ് അണയ്ക്കണം, ഫോൺ വയ്ക്കണം, ഉറങ്ങണം. ഒരു വാക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉറങ്ങാൻ വേണ്ടി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച്, കർത്താവേ, ഈ കള്ളം കുടിച്ചിട്ട് മരിക്കാൻ പോയ മനുഷ്യനാണ്, ഞാൻ പിടിച്ചോണ്ട് വന്ന് ബെഡിൽ ഇരിക്കുക. ഞാൻ പോയിട്ടില്ല, ഞാൻ എൻ്റെ റൂമിലാണ്, അദ്ദേഹത്തിൻ്റെ റൂമിലാണ്. എൻ്റെ ശബ്ദം അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടിരുത്തി. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട്, കർത്താവ് ഇന്ന് രാത്രി എല്ലാം മറന്നേച്ച് കിടന്ന് ഉറങ്ങാൻ ദൈവം അനുവാദം കൊടുക്കണം. പുള്ളി ഉറങ്ങി രാവിലെ എഴുതിക്കട്ടെ. ഞാൻ പറഞ്ഞു ഫോൺ ഓഫ് ചെയ്യുക, ലൈറ്റ് അണയ്ക്കുക, കണ്ണടയ്ക്കുക, കയറിയും കിടക്കുക. പ്രൈസ് ഗോഡ്. പിന്നെ ഞാൻ പറഞ്ഞു, ഇന്നലെ എൻ്റെ മോൻ പറഞ്ഞു, അപ്പോൾ മറ്റേ പുള്ളിക്കാരൻ അതൊരു ബൈക്ക് ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. പിന്നെ എൻ്റെ അടുത്ത് വന്നില്ല എന്നുള്ളൊരു സത്യം വേറെ ഉണ്ട്. രക്ഷപ്പെട്ടു, പക്ഷേ എത്തിയിട്ടില്ല. ആള് വരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. എൻ്റെ അഭിഷേകത്തിന് മരത്തിൻ്റെ കൊണ്ടേ നിറയ്ക്കാൻ പറ്റുവാണെങ്കിൽ ദൈവത്തിന് കൊണ്ടുവരാൻ അറിയാം. ഇന്ന് പകലിൽ ഞാനും പറയുക, നിന്റെ മേൽ കിടക്കുന്ന ഈ അഭിഷേകത്തിന് അത് പറ്റുമെന്ന്, ദൈവശക്തിക്ക് അത് പറ്റുമെന്ന്. അറ്റ് ദ പ്രോപ്പർ ടൈം ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങും. അറ്റ് റൈറ്റ് ടൈം നിനക്ക് വേണ്ടി ദൈവം സംസാരിക്കും. ഓ Shalmana, Ragadana, Janagadaga, Shaida, Proudy Birikatako, Rachaska Managadagase. In the mighty name of Jesus. Hallelujah. ഈ മരിക്കാൻ പോകുന്നതിനെ പതിവഴിച്ച് പിടിച്ചെടുത്ത് പുറത്തിറക്കുന്നെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിക്കണം, വാഗ്ദത്തമുണ്ട്. ഇല്ലെങ്കിൽ 12 മണിക്ക് പുള്ളി പോവേന്നിട്ടല്ലേ. ഇനി ഞാൻ 11 മണിക്ക് വിളിച്ചിരുന്നെങ്കിലോ, കുറച്ച് കാര്യം പറഞ്ഞു, ഞാൻ ആമേനും പറഞ്ഞു വയ്ക്കും, 12 മണിയാകുമ്പോൾ പുള്ളി കയറുകയും ചെയ്യും. പക്ഷെ കർത്താവിനറിയാം, നീ 11 വിളിക്കേണ്ട, 12 വിളിച്ചാൽ മതി. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഞാൻ അറിഞ്ഞുകൊണ്ടല്ല താമസിക്കുന്നത് കേട്ടോ, നിങ്ങളോട് ഞാൻ ഹല്ലേലൂയ, ഞാൻ അറിഞ്ഞുകൊണ്ട് താമസിച്ച് വിളിക്കുന്നതല്ല, അപ്പോഴൊക്കെ സാഹചര്യം കിട്ടുമ്പോൾ വിളിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ച് പാസ്റ്റർ പണി ചെയ്താണല്ലേ, 11 വിളിക്കാൻ പറഞ്ഞാൽ 12 വിളിക്കും. ഈ സബ്ജക്റ്റിൽ അങ്ങനെ വന്നു പോയതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. കരം വെച്ചിട്ട് ഹല്ലേലൂയോട് പറഞ്ഞേ. ആമേൻ. ഹാഗർ മരിക്കാനിരിക്കുക, അന്ന് മരണം തടസ്സപ്പെട്ടു. വഴിയുന്നൊരാൾ പറയുക, ആമേൻ, നിന്റെ അകത്ത് കിടക്കുന്നത് ഒരു വാഗ്ദത്തമാണ്. ആ തലമുറയുടെ പേര് ഇസ്മായേല. ഒരു കാര്യം ഉറപ്പിച്ചു, പെൺകുട്ടിയല്ല, ആൺകുട്ടിയാ. അടുത്തു പറഞ്ഞു, അവനെ ഞാൻ വർദ്ധിപ്പിക്കും. ആമേൻ. ഇതെങ്ങനെ വളർത്തുമെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. അപ്പോൾ ആ ദൂത് അവൻ വർദ്ധിക്കും. ചിലരുടെയൊക്കെ പ്രശ്നം അതാ,
ഈ തലമുറയെ സംബന്ധിച്ച ഇന്ന് പലരും പ്രശ്നം അനുഭവിക്കുന്നത്. തലമുറയെ സംബന്ധിച്ച പലരും ഇന്ന് വേദനപ്പെടുന്നത്. എന്നാൽ അങ്ങനെ വേദനപ്പെടുന്നവരോട് കർത്താവ് ഇന്നൊരു ദൂത് പറയുക, നിന്റെ തലമുറ നശിക്കുകയല്ല, നിന്റെ തലമുറ വർദ്ധിക്കാൻ പോവുക. ഇന്ന് ഈ ദൂത് നിന്റെ തലമുറയ്ക്ക് വേണ്ടി തരുമെന്ന് നീ വിശ്വസിച്ച് ഏറ്റെടുക്കുമെങ്കിൽ, അത് നശിക്കുന്ന വാഗ്ദത്തമല്ല. വാഗ്ദത്തം ചിലതിനെ ജീവിപ്പിക്കാൻ ചിലതിനെ വാഗ്ദത്തം ജീവിപ്പിക്കട്ടെ. പ്രൈസ് ഗോഡ്, ഹല്ലേലൂയ. ചിലതിനെ വാഗ്ദത്തം ജീവിപ്പിക്കാൻ പോവുകയാണ്. ചാകാൻ വേണ്ടി പോയതാ. ഞാൻ ഈ മെസ്സേജ് കഴിഞ്ഞപ്പോൾ, മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി, ഞാൻ ഈ മെസ്സേജ് കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയുള്ള സ്പിരിറ്റുള്ള കുറച്ച് പേരുണ്ട്, അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിച്ചു. ഒരു കുട്ടി ഇത് കഴിഞ്ഞിട്ട് എന്നോടൊന്ന് പറയുക, കുഴയിടാൻ അറിയാത്തോണ്ടാ ഞാൻ ഇന്നും മരിക്കാത്തത്. ഞാൻ പറഞ്ഞു, കുഴയിടാൻ അറിയാത്തോണ്ടല്ല, വാഗ്ദത്തം ഉള്ളതുകൊണ്ട്. പ്രൈസ് ഗോഡ്. അങ്ങനെയുള്ള സ്പിരിറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് പൊട്ടിപ്പോണം. ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുക അവർക്ക് വേണ്ടി. ചിലപ്പോൾ മുന്നോട്ട് പോട്ടെ. മരിക്കാൻ വേണ്ടി പോയതാ ഹാഗർ. പക്ഷെ അവിടെ എത്തിയപ്പോൾ വേണ്ടേ ഒരു ദൂതൻ ഇരുന്നേച്ച് പറയുക, നിന്നെ എനിക്കറിയാം, നീ എവിടെ നിന്ന് വന്നെന്ന് എനിക്കറിയാം, നീ ഇങ്ങോട്ട് പോകാനുള്ള പുറപ്പാടാന്ന് എനിക്കറിയാം. എന്നിട്ട് കർത്താവ് പറയുക, നിന്റെ ആ കത്ത് കിടക്കുന്ന തലമുറ ഒരു വാഗ്ദത്തമാണ്. അവൻ ഈ മരുഭൂമിയിൽ ഒടുങ്ങേണ്ടതല്ല, അവൻ ഈ മരുഭൂമിയിൽ ഒരു വില്ലാളിയാകാനുള്ളവനാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, തോറ്റുപോയ സ്ഥലം എൻ്റെ ദൈവം കാണുന്നു. തോൽവി ഏറ്റ സ്ഥലം എൻ്റെ ദൈവം കാണുന്നു. പരാജയപ്പെട്ട സ്ഥലം എൻ്റെ ദൈവം കാണുന്നു. ദൂതൻ്റെ മറുപടി, നിന്നെ ഞാൻ നോക്കാന്നല്ല, നിന്നെ ഞാൻ സംരക്ഷിക്കാന്നല്ല, നീ തിരിച്ചു വാ. ഓ, എനിക്കതിനകത്തൊരു മറുപടി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ദൂതൻ അവളോട് പറഞ്ഞത്, നീ എവിടെ നിന്ന് വരുന്നെന്ന് എനിക്കറിയാം. ദൂതൻ പറയുക, നീ തിരിച്ചു പോകണം. എവിടെയാണോ നീ ഉപദ്രവിക്കപ്പെട്ടത്, നീ അവിടെ വാ. എവിടെ നിന്നാണോ നിന്നെ തള്ളിപ്പുറത്താക്കിയത്, നീ അങ്ങോട്ട് കയറ്. കുറച്ച് നാൾ അവിടെ നിൽക്കണം. അപ്പൊ ചോദിക്കുക, എന്തിന്? മറുപടി പറയിക്കാൻ വേണ്ടിയാ. പരിശുദ്ധാത്മാവ് ഇതിനകത്തും ആരുടെക്ക് പറയുക, നീ തകർന്നുപോയ സ്ഥലമില്ലേ, നിന്റെ മനസ്സ് വേദനിപ്പിച്ച ചില വ്യക്തികളില്ലേ, നിന്റെ ഹൃദയത്തെ മുറിവേൽപ്പിച്ച ചില സ്ഥലങ്ങള് സ്വർഗം കണ്ടിട്ട് പറയുക, നീ വാ. ചില നാളുകൾ അവിടെ നില്ല. എന്തിന്? ചില സാറായിക്കൊരു മറുപടി എബ്രഹാമിനൊരു മറുപടിയായി മാറാൻ ഇന്ന് പകൽ വാഗ്ദത്തങ്ങളെ ചുമന്നുകൊണ്ടില്ല. യേശുവേ, ലാബാ ശാന്തന റിഗൽ ഖമനഗഡഗ ഷൈഡ പ്രൗഡിബിരിഗഡഗസേ. ആമേൻ. ചിലതിനൊക്കെ ദൈവം അങ്ങനെ പറയും. നമ്മൾ ചിന്തിക്കും, ഈ സ്ഥലം വിട്ടിത്തിരി പോയാൽ മതിയായിരുന്നു. അപ്പോഴാണ് കർത്താവ് പറയുന്നത്, ഇച്ചിരി കൂടെ ഇവിടെ നിന്നില്ല, ഇനി കേരളത്തിലേ ഞാൻ വരത്തില്ല. അപ്പോൾ കർത്താവ് പറയുന്നു, അവിടെ തന്നെ നിൽക്കണം കുറച്ചുകൂടെ. എനിക്കിനി എൻ്റെ വീടേ വേണ്ട, കാരണം ശാപം പിടിച്ച സ്ഥലമാണ്. കർത്താവ് പറഞ്ഞു, അവിടെ തന്നെ നീ അല്പോടൊന്ന് വെയിറ്റ് ചെയ്യ്. എന്തിന്? നിന്നെ ഓടിച്ചവരപ്പുറവും ഇപ്പുറം കിടക്കുന്നു, നിന്നെ കുത്തിയവരപ്പുറവും ഇപ്പുറം കിടക്കുന്നു, നിന്നെ നിന്ദിച്ചവരപ്പുറവും ഇപ്പുറം കിടക്കുന്നു. ഹാഗറെ, നിന്റെ ഉദരത്തിൽ കിടക്കുന്നതും ഒരു വാഗ്ദത്തമാണെന്ന് അവരുടെ നടുവിൽ തെളിയിക്കാൻ എന്റെ സ്വർഗ്ഗം താല്പര്യപ്പെടുകയാ. വിശ്വസിക്കുന്നവനോട് ഇന്ന് പകലിൽ ദൂത് സ്വർഗം റിലീസ് ചെയ്യുന്നു. നിന്റെ അകത്ത് കിടക്കുന്നത് ഒരു വാഗ്ദത്തം.
പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇതിനകത്ത് കൈമാറുന്നു. നിന്റെ അകത്ത് കിടക്കുന്നതും ചില വാഗ്ദത്തങ്ങളാ. നിന്റെ അകത്ത് കിടക്കുന്നത് ചില വാഗ്ദത്തങ്ങളാ. അത് ആരാണോ തല്ലിക്കൊല്ലാൻ നോക്കിയത് അവരുടെ നടുവിൽ ആ വാഗ്ദത്തങ്ങൾ തല ഉയർത്തും. എവിടെയാണോ ഒതുക്കാൻ ശ്രമിച്ചത് അവരുടെ നടുവിൽ തല ഉയർത്തും. ഓടിപ്പോവാൻ വരട്ടെ, ഒളിച്ചോടാൻ വരട്ടെ. കർത്താവ് പറയുന്നു അവിടെയാ വാഗ്ദത്വത്തിന്റെ മുള പൊട്ടാൻ പോവുക. ആമേൻ. ഈ സഹോദരി തിരഞ്ഞെടുത്ത വഴി മരണത്തിലേക്കുള്ള വഴിയാ. മരണത്തിലേക്കുള്ള വഴി. ഒന്ന് ചിന്തിച്ച് നോക്കുക. ഈ മരണം എന്ന് പറയുന്നത് ആരുടെ വിഷമുള്ള? പിശാചിൻ്റെ വിഷമുള്ള മരണം. ബൈബിൾ വായിക്കുമ്പോൾ അങ്ങനെ നമുക്ക് മനസ്സിലാകുന്നത്. അവൻ്റെ വിഷമുള്ള, അല്ലേ? അവൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് ഈ മരണം. ഹാഗറിന് ഇപ്പോൾ കൊണ്ടിട്ടേക്കുന്നത് എന്തുവാ? മരിക്കണം മരിക്കണം എന്നൊരൊറ്റ ചിന്ത. ഇന്നിതിനകത്ത് അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കും. നീ ഹാഗർ ദൈവത്തെ അറിയാത്ത വ്യക്തിയാണോ? ഇല്ല. അതുകൊണ്ടല്ലേ അവൾ പറഞ്ഞൊരു വാക്ക്, എന്നെ കാണുന്നവനെ ഞാനിവിടെയും കണ്ടു. അപ്പോൾ ഇവർക്ക് ദൈവത്തെ അറിയാഞ്ഞിട്ടല്ല, ദൈവത്തെ അറിയാം. ഇനി താമസിക്കുന്നത് ആരുടെ വീട്ടിലാ? അബ്രഹാമിൻ്റെ വീട്ടിലാ. പുള്ളി ഇച്ചിരി പ്രാർത്ഥിക്കുന്ന ആളാ. അങ്ങനാണെങ്കിൽ പ്രാർത്ഥനാ ശബ്ദം കേട്ട് അടുക്കളയ്ക്കകത്താണെങ്കിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയാ ഹാഗർ. എബ്രഹാമിൻ്റെ ഭാര്യ സാറ വാഗ്ദത്തം കേട്ട് എബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയതാ. ഡൈവോഴ്സ് ഒന്നും ചെയ്തില്ല കേട്ടോ. ഗ്ലോറി ടു ജീസസ്. എബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിയതാ. അതിൻ്റെ അർത്ഥം വിശ്വാസം ഉള്ളവളാ സാറ. എന്നാൽ ഈ വിശ്വാസമുള്ളവളായ സാറയുടെ കൂടെ ഇരിക്കുന്ന ഹാഗറിന് വിശ്വാസം ഇല്ലാതിരിക്കോ? ഇച്ചിരിയൊക്കെ ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും ഇപ്പോഴത്തെ ചിന്ത മരിച്ചാ മതി. കരമുയർത്തിയിട്ടൊരു ഹല്ലേലൂയ പറ. പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, എന്താ ഈ ചിന്ത വരാൻ കാരണം? ഒന്ന്, ദൈവത്തെ അറിയാം. രണ്ട്, താമസിക്കുന്നത് എബ്രഹാമിൻ്റെ വീട്ടിൽ, പ്രാർത്ഥനക്കാരൻ്റെ വീട്ടിൽ. പ്രാർത്ഥനയുമായി നല്ല ബന്ധമുണ്ട്. പക്ഷെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവസാനത്തെ ചിന്ത മരിക്കണം. തൻ്റെ തലമുറയും തകർക്കണം, തനിക്കും മരിക്കണം. ആമേൻ. ഇനി ഞാൻ പറയാം, ഈ ചിന്ത ഞാൻ പറഞ്ഞല്ലോ, മരണം സാത്താൻ്റെ വിഷമുള്ളതാണ്. ഗ്ലോറി. ഇത് ഇട്ടുന്നത് പിശാചാണ്. അകത്തൊരു തലമുറ ഉരുവായപ്പോഴാണ് പ്രശ്നം രൂക്ഷമായത്. ഇല്ലെങ്കിൽ വലിയ പ്രശ്നമില്ലായിരുന്നു. അർത്ഥം, ചില വാഗ്ദത്തങ്ങളുടെ മുള പൊട്ടിയപ്പോഴാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്കത് പോകരുതെന്ന് പിശാച് ആഗ്രഹിക്കുന്നതുകൊണ്ട് മരണമെന്ന ചിന്ത ഹാഗറിൻ്റെ അകത്തിട്ട് കൊടുക്കുക. ഞാൻ നിങ്ങളോട് പറയാ, അവൻ ഈ ഹാഗറിനറിയത്തില്ല തൻ്റെ അകത്ത് കിടക്കുന്ന ഈ തലമുറ എന്താകുമെന്ന്. പക്ഷേ ഈ മുള പൊട്ടിയ തലമുറയെക്കുറിച്ച് പിശാചിനറിയാം. അവൻ വർദ്ധിക്കാനുള്ളവനാ. എത്ര പേർക്ക് ഇന്ന് പകലത് മനസ്സിലായെന്ന് എനിക്കറിയത്തില്ല. നിന്നിൽ പൊട്ടിയ വാഗ്ദത്തത്തിന്റെ മുള, നിനക്കതിന്റെ വലിപ്പം അറിയത്തില്ല. പക്ഷെ മരണമിടാൻ നിൽക്കുന്ന പിശാചിനറിയാം ഈ വാഗ്ദത്തം ചെറുതല്ല, ഇത് വർദ്ധിക്കാനുള്ളത്. ഇവിടേക്ക് ദൈവം ഇതിനകത്ത് പറയുന്നു, ഒതുങ്ങാനല്ല, ഒതുക്കപ്പെടാനല്ല, നീ വർദ്ധിക്കും, നീ വർദ്ധിക്കോ, നീ വർദ്ധിക്കോ. ഓ നിന്നെ കുറിച്ച് ദൈവം പറയുന്നു, നീ വർദ്ധിക്കും. ഇതുകൊണ്ട് നിനക്കെതിരെ മരണമെന്ന വിഷമുള്ള പിശാച് കൊണ്ടുവരുന്നേ. പരിശുദ്ധാത്മാവിൽ ഞാൻ പറയാ, നീ മരിക്കാനല്ല, വാഗ്ദത്തമുള്ളവന്റെ കൂടെ ദൈവത്തിന്റെ ദൂതനുണ്ട്. ഓ
ആ വിചാരങ്ങൾക്ക് നിന്നെ കൊല്ലാൻ കഴിയത്തില്ല. മന്ത്രവാദങ്ങൾക്ക് നിന്നെ പൂട്ടാൻ പറ്റത്തില്ല. നേർച്ചകൾക്ക് നിന്നെ അടിക്കാൻ കഴിയത്തില്ല. കാരണം നീ വാഗ്ദത്തമുള്ളവൻ. നിന്നിൽ കിടക്കുന്ന വാഗ്ദത്തത്തെ പ്രൊട്ടക്ട് ചെയ്യാൻ നിന്റെ കൂടെ ദൈവം ദൂതന്. തിരിച്ചറിയുന്നവരുണ്ടോ ഇതിനകത്ത്? ആത്മസാന്നിധ്യത്തെ തിരിച്ചറിയുന്നവരുണ്ടോ നിന്റെ കൂടെ? അഭിഷേകം ഒരു തീ പോലെ ഇന്ന് പകലിൽ ഇതിനകത്ത് ചലിക്കുന്നു. നിറയട്ടെ നിറയട്ടെ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോവുക. ആമേൻ. നീ പ്രാർത്ഥിക്കുന്ന കുടുംബത്തിനകത്താ ഉള്ളത്. നീ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാ, നീ പ്രാർത്ഥിക്കുന്ന അനുഭവമാ. എന്നിട്ടും എന്താ നിനക്കൊരു മരണത്തിലേക്ക് ഒരു വഴി? ഞാൻ നിന്നോട് പറയാം, ആമേൻ. നിന്റെ അകത്ത് മുളച്ച വാഗ്ദത്തത്തിന്റെ വലിപ്പം സാത്താൻ മനസ്സിലാക്കി ചുമ്മാതല്ല ഈ മരണത്തിലേക്ക് നിന്നെ തള്ളിവിടുന്നേ. ഇന്ന് പകൽ ആത്മാവിൽ ഞാനൊരു ദൂതായി പറയാ, വാഗ്ദത്തത്തിന്റെ മുള കണ്ടപ്പോൾ പിശാചിന് പിടിക്കുന്നില്ല. നീ വളരുമെന്നും നീ വർദ്ധിക്കുമെന്നും. ഉണ്ടോ ഇതിനകത്ത്? പരിശുദ്ധാത്മാവ് ചിലതിനോട് ചോദിക്കുവാണ്, നീ വളരാനുള്ളവൻ, നീ വർദ്ധിക്കാനുള്ളവൻ. നിന്നെ കൊണ്ട് ഒതുക്കാനല്ല, നിന്റെ തലമുറയെ കൊണ്ട് തിരിച്ചു പിടിക്കാൻ സ്വർഗം ഈ ദിവസങ്ങളിൽ തയ്യാറോ? പിടിച്ചോടെ. ഈ അഭിഷേകം ഒരു തീ പോലെ അസാധാരണമായ ദൈവിക ശക്തി ചില ശരീരങ്ങളിലേക്ക് സ്വർഗം ഇന്ന് പകൽ കൈമാറുന്നു. Come on, take the glory. Take the glory. ഇല്ല സാത്താനെ, നിനക്ക് പറ്റത്തില്ല. ഈ മുള കണ്ടപ്പോഴേ നിനക്ക് വെപ്രാളമാണ്. വാഗ്ദത്വത്തിന്റെ മുള കണ്ടപ്പോഴേ നിനക്ക് വെപ്രാളമാ. എന്താ വെപ്രാളപ്പെടാൻ കാരണം? ഇതൊരു 5-10 കൊല്ലം കഴിഞ്ഞാൽ ഇവൻ ഒരു ജാതിയായി മാറും. ഇന്ന് പകൽ നിന്നെ പിശാച് ഇന്നേ തടയുന്നതിന്റെ രഹസ്യം, ഇന്ന് നീ ഒറ്റയ്ക്ക. പക്ഷെ ഒരു 5 കൊല്ലം പിന്നിട്ടാൽ നിന്റെ കൂടെ 100 കണക്കിന് പേർ ദൈവരാജ്യത്തിലേക്ക്. മകത്വം തൊടുന്നു. ഈ അഭിഷേകത്തിന്റെ കരം ഇതിനകത്ത് ചലിക്കുന്നു. മുമ്പറ്റം മുതൽ പുറകറ്റം വരെ ദൈവ സാന്നിധ്യം ഇതിനകത്ത് നിറയുന്നു. എന്ന് പകല മകത്വം ഇതിനകത്ത് ചലിക്കുക. ദൈവ സാന്നിധ്യത്തെ ഇതിനകത്ത് ദൈവം നിറയ്ക്കാൻ പോവുക. ചില ഹാഗറുമാർ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ കാണുന്നു, മരുഭൂമിയെ ജയിക്കുന്ന ഒരു ശക്തി നിന്റെ മേൽ. പിടിച്ചോ ഈ സഹോദരി, പിടിച്ചോ. പുറത്ത് ചില പൈശാചിക കെട്ടുകൾ കുടുംബങ്ങളെ വിടുന്നു. അസാധാരണമായ തീ ഇതിനകത്ത് ചലിക്കുന്നു. എന്ന് പകല മകത്വം ഇതിനകത്ത് ഇറങ്ങി വരിക. എനിക്കറിയാം ചില പിശാചിന് സഹിക്കുന്നില്ല. നീ വാഗ്ദത്വത്തിനുള്ളതാ. നിന്റെ അകത്തുരുവായതൊരു വാഗ്ദത്വമാണ്.
അതിനെ മുളയിലെ നുള്ളിക്കളയാൻ ചില ശത്രുക്കൾ പദ്ധതിയിടുമ്പോ ഇന്ന് പകലിൽ ആത്മാവിൽ വിളിച്ചു പറയാ, അവന് ജയമില്ല, ജയിക്കുന്നത് ഹാഗറ. ഓ, ജയിക്കുന്നത് ഹാഗർ. നിങ്ങളൊന്നും പേടിക്കണ്ട. ചില മരണപിശാചുക്കളൊക്കെ ഇറങ്ങി ഓടും, ചില മരണഭാഷങ്ങളൊക്കെ ഇറങ്ങിപ്പോകും. കാരണം വാഗ്ദത്വങ്ങളെ മുളയിലേ നുള്ളിക്കളയാൻ. ഗ്ലോറി ടു ജീസസ്. സന്തോഷമുണ്ടെങ്കിൽ ഒരു ഹല്ലേലൂയ പറ. അനുവദിക്കത്തില്ല, വളർത്താൻ പിശാച് അനുവദിക്കത്തില്ലെന്ന്. അത് വളർത്താൻ പിശാച് അനുവദിക്കത്തില്ല. പക്ഷെ കൃപയുള്ള നിന്നോട് സ്വർഗം പറയുക, അത് വർദ്ധിക്കും, അത് വളരും, മരുഭൂമിക്കകത്ത് വളരും. നിന്നെ ആത്മഹത്യ ചെയ്യിക്കാൻ നോക്കിയെടുത്ത് തന്നെ നീ വളരാൻ പോവുകയാണ്. ഇതിനകത്ത് ദൈവാത്മാ പറയുന്നു, മരണം കണ്ട സ്ഥലത്ത് തന്നെ വാഗ്ദത്തങ്ങൾ മരണം കണ്ട സ്ഥലത്ത് തന്നെ ചില മുളകൾ പുറത്തു വരുന്നു. നീ വാഗ്ദത്തം ഉള്ളോണ്ടാ സാത്താൻ നിന്നെ ദണ്ഡിപ്പിക്കുന്നത്. നമ്മൾ ഈ ദണ്ഡനം ഏൽക്കുന്നതുകൊണ്ട് ഭയങ്കര കഷ്ടമാണ്. എങ്കിലും എന്നെ ഇട്ട് കുത്തുന്നല്ലോ, എങ്കിലും എന്നെ വേദനിപ്പിക്കുന്നല്ലോ, എങ്കിലും എന്നെ ഉപദ്രവിക്കുന്നല്ലോ. ഇതിനൊക്കെയുള്ള കാരണം എന്നാ? നിന്റെ അകത്തൊരു വാഗ്ദത്വത്തിൻ്റെ മുള കണ്ടു. ജീസസ്. എത്രയോ ദാസിമാർ സാറായിട്ടുണ്ടെന്നറിയാമോ? പക്ഷെ മറ്റൊരു ദാസിക്കും ഈ പ്രശ്നമില്ല. ഈ ഹാഗറിന്റെ അകത്ത് വാഗ്ദത്വത്തിന്റെ ഒരു മുള കിടക്കുന്ന കൊണ്ട് പിശാചിന് സഹിക്കുന്നില്ലെന്ന് ഇന്ന് ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ആത്മനിറവിൽ ദൂത് പറയാ. ഇന്ന് നിന്റെ സാഹചര്യങ്ങൾ നിന്നെ വേദനിപ്പിച്ച മരണത്തിന്റെ വഴിയിലേക്ക് നിന്നെ കൊണ്ടുപോകുന്നെങ്കിൽ സ്വർഗം പറയുന്നു, അതെന്തെന്നറിയാമോ? നിന്റെ അകത്ത് കിടക്കുന്ന വാഗ്ദത്തത്തെ പിശാച് ഭയക്കുന്നു. പിശാച് ഭയക്കുന്നു. ചിലതിനോട് ദൈവാത്മാ പറയുന്നു, ഇന്ന് പകലിൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാ, ഇന്ന് പകൽ അത്ഭുതങ്ങൾ നടക്കാൻ പോവുകയാ. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി വെല്ലുവിളിക്കുന്ന ചില കെട്ടുകൾ ഇന്ന് പൊട്ടും. വാഗ്ദത്തങ്ങൾക്ക് വിരോധമായി ഇല്ലെന്ന് ഇല്ല പിശാച്, ഇല്ല, നിന്നെ കൊണ്ട് കഴിയത്തില്ല. ഈ ദാസി ആ ദേശത്ത് വർദ്ധിക്കോ. നീ ഒതുക്കാൻ നോക്കുക അല്ലേ പിശാച്? നീ ഒതുക്കാൻ നോക്കുക. ഇതിനകത്ത് പരിശുദ്ധ പറയുന്നു, ഒതുങ്ങത്തില്ല. ചിലത് വർദ്ധനവിന്റെ കാലോ. വർദ്ധനവിന്റെ സീസൺ. പരിശുദ്ധാത്മാവ് പറയുന്നു, വർദ്ധനവിന്റെ സീസൺ, വർദ്ധനവിന്റെ സീസൺ. നീ വർദ്ധിക്കുമെന്നൊരു ദൂതുള്ളോണ്ടാ നിന്നെ ഒതുക്കാൻ പിശാച് നടക്കുന്നേ. നീ വളരുമെന്ന ദൂതുള്ളോണ്ടാ നിന്നെ ഞെരുക്കാൻ പിശാച് നടക്കുന്നേ. പക്ഷെ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, ഭാരപ്പെടണ്ട. നീ ഒറ്റയ്ക്കാണെങ്കിലും സ്വർഗത്തിന്റെ വാഗ്ദത്തമേ നടക്കത്തുള്ളൂ. കർത്താവ് പറഞ്ഞ വാക്കിനാണ് പ്രാധാന്യം. എത്ര ശക്തികൾ നിനക്ക് വിരോധമായി തല ഉയർത്തിയാലും ആത്മാവിൽ ഞാൻ പറയാ, വാഗ്ദത്തമുള്ളവനെ മരുഭൂമിയിൽ പട്ടുപോകത്തില്ല. നീ വളരും. നീ വളരും, നീ വളരും, നീ വളരും.
ഹല്ലേലൂയ. ആമേൻ. എന്നെ കാണുന്നവനെ ഞാൻ അവിടെയും കണ്ടു. അത് മാത്രം മതി നീ വളരാൻ. നിന്നെ കാണുന്നൊരു ദൈവം ഉണ്ട് എന്ന് നിനക്ക് ബോധ്യമായാൽ മരുഭൂമിയിൽ നീ മരണം വരിക്കത്തില്ല. ഹല്ലേലൂയ. ഈ വാഗ്ദത്തം കേൾക്കുമ്പോൾ പിശാചിന് ഭയങ്കര കലിയ. ഗ്ലോറി. കർത്താവ് നാളേക്ക് എന്തോ തരുന്നതാണ് ഈ വാഗ്ദത്തം, അല്ലാതെ ഇന്നലത്തേക്ക് തരുന്നതല്ല വാഗ്ദത്തം. ഇന്നലത്തത് കഴിഞ്ഞില്ലേ? നാളേക്ക് വേണ്ടി തരുന്നതിനെ വാഗ്ദത്തം എന്ന് പറയുന്നേ. ഇത് സത്യം പറഞ്ഞ പിശാചിന് ഇഷ്ടമില്ല. സത്യം പറഞ്ഞ അവനത് കലിയ. നീ അനുഗ്രഹിക്കപ്പെടും എന്നൊരു പദം ദൈവം നിന്നെ നോക്കി പറഞ്ഞാൽ അന്ന് മുതൽ അവൻ പുറകെ നടക്കും, നിന്നെ ശാപമാക്കി മാറ്റാൻ. പക്ഷെ പേടിക്കണ്ട, കർത്താവ് പറഞ്ഞതേ നടക്കും. നീ കർത്താവിൻ്റെ കൂടെയാ നിൽക്കുന്നെങ്കിൽ ഞാൻ ഇന്ന് പകൽ പറയാം, ശത്രു ചിന്തിക്കുന്നതല്ല, ദൈവം പറഞ്ഞതേ നടക്കത്തുള്ളൂ. വാവ്. നീ രക്ഷപ്പെടത്തില്ലെന്ന് മുഖത്ത് നോക്കി പലരും നിന്നെ നോക്കി പറഞ്ഞാലും നിന്നെ കുറിച്ച് ദൈവം പറഞ്ഞിട്ടുണ്ടോ? നീ രക്ഷപ്പെടുമെന്ന്. നീ രക്ഷപ്പെടും. ഓ യെസ് 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 യെസ്. ചില ശാപങ്ങൾ അഴിഞ്ഞു പോട്ടെ, ചില കഴ്സുകൾ അഴിഞ്ഞു പോട്ടെ. ഇന്ന് പകൽ കുടുംബങ്ങളുടെ മേൽ, തലമുറകളുടെ മേൽ കിടക്കുന്ന ചില ശാപബന്ധനങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. ഹോളി സ്പിരിറ്റ്. ഒരു കാര്യം ഉറപ്പാ, മരിക്കാൻ പോയവള് ജീവിപ്പിച്ചത് ഈ വാഗ്ദത്തമായിരുന്നു. ആമേൻ. എനിക്കൊരു കാര്യം തുറന്ന് നിങ്ങളോട് പറയാൻ പോവാ. കഴിഞ്ഞ സീസണിൽ വന്ന മരണശക്തികൾ നിങ്ങൾ തൊട്ടിട്ടും എന്തുകൊണ്ട് നിങ്ങൾ മരിച്ചില്ല? മരിക്കാത്തതിൻ്റെ കാരണം നിന്നിൽ ചില വാഗ്ദത്വങ്ങൾ കിടക്കുക. അത് തിരിച്ചറിയാൻ പറ്റുമെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം. പിശാച് തൊട്ടതാ, പല തവണ വീണതാ, എന്നിട്ടും നീ മരിക്കാത്തതിന്റെ കാരണം നിന്റെ അകത്തൊരു വാഗ്ദത്തം ഉരുവായതാ. ഓ ശക്തമായി പറയുന്നു, കഴിയില്ല പിശാചിന്, തൊടാൻ പറ്റത്തില്ല. നീ വാഗ്ദത്തമുള്ള തലമുറ. ഓ പരിശുദ്ധാത്മാ പറയുന്നു, നീ വാഗ്ദത്തമുള്ള തലമുറ. ഹോളി സ്പിരിറ്റ്. എന്താ മരണം എന്ന് തൊടാത്തെ? ഒറ്റ വാക്കേ ഉള്ളൂ, നിന്റെ അകത്തൊരു വാഗ്ദത്തം ഉരുവായിട്ടുണ്ട്. നിന്റെ അകത്തൊരു വാഗ്ദത്തം ഉരുവായിട്ടുണ്ട്. ഇല്ലെങ്കിൽ അന്നേ പോകേണ്ടതാ സിസ്റ്ററെ. പക്ഷെ വിടില്ല ദൈവം. നിന്നെ ദൈവത്തിന് വേണമെന്ന്, നിന്നെ കർത്താവിന് വേണമെന്ന് ആ ദേശക്കാർ മുഴുവനും നിന്നെ നിന്ദിച്ചും ആമേൻ പരിഹസിച്ചും തള്ളി ഒതുക്കിയപ്പോ ആത്മഹത്യ ചെയ്യാൻ നീ തുനിഞ്ഞിട്ടും എന്താ മരണം കൊണ്ടുപോകുന്നറിയാമോ? 2024-ലും 2025-ലും ഒക്കെ നിന്നെ ദൈവത്തിന് പ്രയോജനപ്പെടുത്താൻ ദൈവത്തിന് പദ്ധതിയുള്ളതുകൊണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നിട്ടും, എന്നെ കാണുന്നത് ആരാണെന്ന് തിരിച്ചറിയാമായിരുന്നിട്ടും ഹാഗർ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. ജീസസ്. നീ ഒന്നും കാണണ്ട, ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നിട്ടും, ശ്രദ്ധിക്കുക, പ്രാർത്ഥിക്കാൻ അറിയാമായിരുന്നിട്ടും അബ്രഹാമിന്റെ വീട്ടിൽ പാർത്തിട്ടും ഇവൾക്ക് അവസാനം വന്ന ചിന്ത, എനിക്ക് മരിക്കണം.
വയ്ക്കോ വയ്ക്കോ വയ്ക്കോ. സഭ മുഴുവനും കാണും. നീ ഇനി ഇരിക്കണ്ട, നീ പോ വിട്ടുപോ, വിട്ടുപോ. വയ്ക്കോ വയ്ക്കോ വയ്ക്കോ. ക്ഷമോൺ. ഒറ്റ കാര്യം കൂടെ ഞാൻ പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. ആ സ്പിരിറ്റ് ഇതിനകത്തൊന്ന് അഴിയണം. അഭിഷേകമുണ്ട്, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചിട്ടുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഇപ്പോഴും ചിലരുടെ അകത്തൊരു ചിന്ത, മരിക്കണം. നിന്നെ തന്നെ പിശാചെ പിടിക്കാൻ ഞാൻ പ്ലാൻ ഇടുന്നേ. ഗ്ലോറി. ശ്രദ്ധിക്കുന്നുണ്ടോ? ഇനി ഞാൻ ഇവരോടല്ല നിങ്ങളോട് സംസാരിക്കുന്നേ. പരിശുദ്ധാത്മാവുണ്ട്, അഭിഷേകമുണ്ട്, പക്ഷെ ഇടയ്ക്കൊരു ചിന്ത, മരിച്ചാ മതി അല്ലേ? അങ്ങനെയുള്ള ആരൊക്കെയോ ഇതിനകത്തുണ്ട്. ഹാഗറിന് വന്ന പോലൊരു ചിന്ത, മരിക്കണം. ചില വാഗ്ദത്തങ്ങൾ മുന്നിൽ കിടക്കുമ്പോഴും ഇപ്പോഴുള്ള ചിന്ത, മരിക്കണം മരിക്കണം മരിക്കണം. ശരി, ജീവിക്കാനാ കർത്താവ് നമ്മളെ ആക്കിയ. ഈ സഹോദരി അവിടെ ജീവിക്കും. നീ മിണ്ടരുത്. ഇവിടെ കുറേ സ്പിരിറ്റ് ഉണ്ട് അതുപോലെ, അതിനെ കൂടെ ഞാൻ പുറത്താക്കിക്കോട്ടെ. മിണ്ടരുത്, മിണ്ടരുത്. കൊത്താൻ അറിയാമെങ്കിൽ ഏത് സാധനമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് തന്നെ. പാമ്പേ, നീ കൊത്തുന്നതിന് മുമ്പ് നിന്റെ തലയെ ഞങ്ങൾ ചവിട്ടും. കൊത്തുന്നതിന് മുമ്പ് തലയെ ഞങ്ങൾ ചവിട്ടി ചാപ്പി എന്നെ ഇല്ലാണ്ടാക്കും. ഗ്ലോറി ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾക്ക് പേടിയുണ്ടാക്കെങ്കിലും എനിക്ക് പേടിയില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പേടിക്കുന്നത്? നിങ്ങളല്ല കൊത്തുന്ന് പറഞ്ഞു, എന്നെയല്ലേ പറഞ്ഞു. ഇതുപോലെ കുറേ എണ്ണം ശ്രമിച്ചതാ. ഗ്ലോറി ടു ജീസസ്. കരമേത്തൊരു ഹല്ലേലൂയ പറ. ഞാൻ പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മിണ്ടരുത്, മിണ്ടരുത്. പാമ്പേ, 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 ഇങ്ങ 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 ഇങ്ങ. ഇരിക്കാൻ ആര് പറഞ്ഞു നിന്നോട്? ഇതിനെ സേവിക്കുന്നവരൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം. അത് ഊറ്റി കുടിക്കും. വിശാജ, നീ ആ പുള്ളിയിറക്കോണം ദേശം വിട്ടങ്ങ് വെക്കോണേ. പറഞ്ഞ കേട്ടോ, നിനക്കവിടെ ഇരിക്കാൻ പറ്റത്തില്ല. ഞാൻ ഇവിടുന്ന് തീ ആക്കി ചിലതിന് അങ്ങോട്ട് വിടും. അവർ തലങ്ങും വില്ലങ്ങും ആ ദേശത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. പിന്നെ നീ ആ ദേശം വിട്ടങ്ങ് ഇറങ്ങും. പറഞ്ഞ കേട്ടല്ലോ. ഇങ്ങോട്ട് കളിക്കാൻ വരരുത്, ഈ കുടുംബത്തിലോട്ട് നീ കയറരുത്. ഇന്ന് പകൽ ആത്മാവിൻ്റെ തീയെ ഈ ദാസിയുടെ മേൽ ഞങ്ങൾ ഇടുകയാണ്. പരിശുദ്ധാത്മാവുണ്ട്, അഭിഷേകമുണ്ട്, വാഗ്ദത്തം മുള പൊട്ടി. അകത്ത് കിടക്കുന്ന ചിന്ത എന്നതാ? പറ, മരിക്കണം. അങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടോ ഇവിടെ? ഒരാളുണ്ട്, വേറെ ഉണ്ട്, എനിക്കറിയാം. സത്യമാണ് നീ പറഞ്ഞ, നീ മരിക്കില്ല. ഈ പറഞ്ഞ സാധനത്തെ ഹല്ലേലൂയ. നിന്നെ ഞാൻ സമയമുണ്ട്, നോക്കാം, വെയിറ്റ് ചെയ്യ്. ആമേൻ. അത് പൂർത്തീകരിക്കാൻ സമ്മതിക്കും തോന്നില്ല ഈ സാധനം. ആ സ്പിരിറ്റിൻ്റെ സമയം എത്തിയപ്പോഴാണ് ഈ സാധനം അങ്ങോട്ട് ഇടയിലോട്ട് സമയമായില്ലേ. ഞാൻ പിന്നെ അങ്ങ് നിർത്താം. ഹല്ലേലൂയ. പിടിച്ചു പിടിച്ചു, ഇങ്ങി വാ, ഇങ്ങി വാ, ഇങ്ങി വാ. ഇവിടെ ഇവിടെ അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, അങ്ങോട്ട് പോ, ഇവിടെ 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 യേശുവിൻ്റെ നാമത്തിൽ എല്ലാ നാഗ സ്പിരിറ്റുകളും എൻ്റെ തലയെ ഞാൻ ചവിട്ടുന്നു. ഹോളി സ്പിരിറ്റ്, come on, come on. അല്പം സമയം പിടിക്കുക, അതുകൊണ്ട് പിന്നെ ഞാനിപ്പോൾ അങ്ങോട്ട് തിരിയാത്ത പോട്ടെ. അപ്പം പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നിട്ടും
വാഗ്ദത്തം ഉണ്ടായിരുന്നിട്ടും ചിലരുടെ അകത്ത് വരുന്ന ചിന്ത എന്നാ? മരണം. ഇവിടെ അങ്ങനെയുള്ളവരുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അത് പോവും. ആമേൻ. അത് വരാനുള്ള കാര്യം എന്നാ? നീ മരിച്ചാൽ നിന്റെ അകത്തെ വാഗ്ദത്തം പിന്നെ കാണില്ല. പിടിയിടുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് മരിച്ചാൽ മതി എന്നൊരു ചിന്ത നിന്റെ അകത്തിടുമ്പോൾ പിശാചിനറിയാം വാഗ്ദത്തം പിന്നെ അത് വെളി വരത്തില്ല. എന്നാ പിശാചെ നിനക്ക് തെറ്റി, നീ ആ സ്ത്രീയെ കൊല്ലാൻ പദ്ധതി ഇട്ടതൊക്കെ. പക്ഷെ സ്ത്രീ മാത്രമല്ല, ആ സ്ത്രീയുടെ പിള്ളേരടക്കം പുറത്തു വരും. ഗ്ലോറി. നിന്നിലൂടെ വാഗ്ദത്തത്തെ മൂടാനാ ശ്രമിച്ചതെങ്കിൽ നിന്റെ അടുത്ത ജനറേഷൻ പുറത്തു വന്ന് ചില വാഗ്ദത്തങ്ങളെ പുറത്തെടുക്കും. നീ കൊണ്ടൊതുങ്ങുന്നതല്ല, നിന്നെ കൊണ്ട് ഒതുക്കാൻ പറ്റുന്നതുമല്ല പിശാചിന്. മറിച്ച് നിന്റെ അടുത്ത തലമുറ കൂടെ ഈ വാഗ്ദത്തത്തിന്റെ അവകാശികളായി വരും. ഒരു കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറയട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ ഭാഗം തന്നെ പറയുന്നു. നമുക്ക് അഭിഷേകമുണ്ട്, പ്രാർത്ഥിക്കാൻ അറിയാം, പ്രാർത്ഥനയുണ്ട്. പക്ഷേ വാഗ്ദത്വമുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ചിന്ത മരണം. ഇത് കൊണ്ടിരുന്നതാരാ? പിശാച്. കാരണം മരണം പിശാചിൻ്റെ വിഷമുള്ളതാണ്. ദൈവം ഒരിക്കലും പറയില്ല നമ്മളോട് മരിക്കാൻ. പറയൂ, ജീവിക്കാനല്ലേ ദൈവം നമ്മളെ ഇറക്കി വിട്ടേ. ജീവിക്കാനാണ് ദൈവം നമ്മളെ ആക്കിയത്. ഒരു വേദഭാഗത്തിലും പറയുന്നില്ല നീ മരിച്ചാ കൊള്ളാന്ന്. ദൈവം നമ്മളെ സൃഷ്ടിച്ചത് ജീവിക്കാനാ. ഗ്ലോറി. ജീവിക്കാനാ. പരിശുദ്ധാത്മാവ് പറയുന്നു, ഇതിനിടയ്ക്ക് മരണമെന്നൊരു ചിന്ത നിന്റെ അകത്ത് കൊണ്ടിടുന്നത് മറ്റാരുമല്ല, ശത്രുവായ പിശാച്. ഇതിനകത്ത് അങ്ങനെ ആരുടെയെങ്കിലും ഹൃദയങ്ങളിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആരെങ്കിലും ഉണ്ടോ അങ്ങനെ? ആർക്കെങ്കിലും ഹൃദയത്തിനകത്ത് മരിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നാണക്കെടൊന്നും വിചാരിക്കണമെന്നില്ല. സ്പിരിറ്റ് നിങ്ങളെ വിട്ട് പോട്ടെ. ഹോളി സ്പിരിറ്റ്, യാസ്, നിങ്ങൾ പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങൾക്ക് വേണ്ടി വലിയവ ചെയ്യാൻ പോവുകയാണ്. ഞാനിത് പ്രാർത്ഥനയുടെ സമയമാണിത്. ആമേൻ. നിന്നെ ഒതുക്കാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ തമ്പുരാൻ പറയും നീ നിൻ്റെ മോനുമായിട്ട് തിരിച്ചു വരും. നിന്നെ ഒതുക്കാൻ പിശാച് പ്ലാൻ ഇടുമ്പോൾ കർത്താവ് പറയും നീ നിൻ്റെ തലമുറയുമായി തിരിച്ചു വരും. ഇന്ന് തലമുറയെ ഓർത്തല്ലേ നീ വേദനിച്ചത്? തലമുറയെ ഓർത്തല്ലേ നീ കഷ്ടപ്പെട്ടത്? സ്വർഗം പറയുന്നു അത് വാഗ്ദത്ത തലമുറയായതുകൊണ്ട് അവൻ പിശാച് കാണുക നീ തലമുറയുമായി തിരിച്ചു വരാൻ പോവുക. പിശാച് കാണുക സ്വർഗം പറയുന്നു നിന്റെ തലമുറയുമായി കമോൺ നീ തിരിച്ചു വരാ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല. ഞാൻ എൻ്റെ വാക്കിവിടെ നിർത്തുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. മരണമെന്ന ചിന്ത നിങ്ങളുടെ ഹൃദയത്തിനകത്ത് വരുന്നുണ്ടെങ്കിൽ ഈ നിമിഷം അത് നിങ്ങളെ വിട്ടുപോകണം. അതൊരു സ്പിരിറ്റാ. വാഗ്ദത്തമുള്ളവനെ കൊല്ലാൻ പിശാച് പദ്ധതിയിടുന്നു. വാഗ്ദത്തമുള്ളവനെ നശിപ്പിക്കാൻ പിശാച് പരിശ്രമിക്കുന്നു. വാഗ്ദത്തമുള്ളവൻ്റെ പുറകിൽ അവനുണ്ട്. ദൈവാത്മാവ് ഇന്ന് പകൽ പറയുന്നു വിട്ടുകൊടുക്കാൻ ദൈവത്തിന് മനസ്സില്ല. എത്ര ശക്തികൾ നിനക്കെതിരെ വെല്ലുവിളിച്ചാലും, ഏതൊക്കെ പൈശാചിക മണ്ഡലങ്ങൾ നിനക്കെതിരെ വന്നാലും വിട്ടുകൊടുക്കാൻ വാഗ്ദത്തം ചെയ്ത ദൈവത്തിന് മനസ്സില്ല. ഇന്ന് ഏതൊക്കെയോ പൈശാചിക തലങ്ങൾ ഇതിനകത്ത് ആ ശബ്ദം കേൾക്കുന്നു. ദൈവാത്മാവ് ശക്തമായി പ്രതികരിക്കുകയാണ്. ഇല്ല പിശാചേ, തരികയില്ല നിനക്ക്. ഈ സഹോദരി വാഗ്ദത്തമുള്ളതാ. സഹോദരന്മാരെ നിങ്ങൾ വാഗ്ദത്തമുള്ളവരാണ്. കുഞ്ഞുങ്ങളെ നിങ്ങൾ വാഗ്ദത്തമുള്ളവരാണ്. അവൻ എങ്ങനൊക്കെ പരിശ്രമിച്ചാലും വിട്ടുകൊടുക്കത്തില്ലെന്ന് എൻ്റെ ദൈവം വിളിച്ചു പറയുമ്പോൾ
വിശ്വസിക്കാൻ ഇതിനകത്താളുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുന്നു, തോറ്റുപോയ സ്ഥലത്ത് ഇന്ന് പകലിൽ നിന്നെ അത്ഭുതമാക്കി മാറ്റാൻ എന്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. എത്ര പേർ വിശ്വസിക്കുന്നുവത്? നിന്റെ പിറകെ നടക്കുന്ന ചില ഈവിൽ സ്പിരിറ്റുകൾ, നിന്റെ പിറകെ നടക്കുന്ന ചില ദുരാത്മ മണ്ഡലങ്ങൾ ഇന്ന് പകൽ നിന്നെ വിട്ട് മാറാൻ പോവുകയാ. നിന്റെ ശരീരം വിട്ട് മാറാൻ പോവുകയാ. നിന്റെ ഭവനം വിട്ട് മാറാൻ പോവുകയാ. നിന്റെ ദേശം വിട്ട് മാറാൻ പോവുകയാ. മന്ത്രവാദം കൊണ്ട് ഒതുക്കാമെന്ന് ചിന്തിച്ചെങ്കിൽ അബദ്ധമാണ്. ആ വിചാരം കൊണ്ട് ഒതുക്കാമെന്ന് ചിന്തിച്ചെങ്കിൽ അബദ്ധമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, അത് അബദ്ധമാണ്. കഴിയില്ല, കഴിയില്ല, കഴിയില്ല. വാഗ്ദത്തമുള്ളവൻ ഈ ദിവസങ്ങളിൽ പുറത്തു വരും. വാഗ്ദത്തമുള്ളവൻ ഈ ദിവസങ്ങളിൽ പുറത്തു വരാം. പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവർ ഈ നിമിഷം പ്രാർത്ഥിക്കണം. എൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്. ഞാൻ വാഗ്ദത്തമുള്ളവനാണ്, വാഗ്ദത്തമുള്ളവളാണ് എന്ന് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ, എന്നിട്ടും നീ പ്രശ്നങ്ങളിലാണ് നിൽക്കുന്നെങ്കിൽ ഇന്ന് പ്രാർത്ഥിക്ക. ചില മരുഭൂമി നിനക്ക് ഉദ്യാനമാകാൻ പോവുക. ചില മരുഭൂമി നിന്നെ കൊല്ലുകയല്ല, നിന്നെ കരുത്തനാക്കാൻ പോവുക. ചില മരുഭൂമി നിന്റെ അവസാനമല്ല, ചില വാഗ്ദത്തങ്ങളെ പ്രാപിക്കാനുള്ള ഒരു കരുത്തു പ്രാപിക്കുന്ന സ്ഥലമായി മാറാൻ പോവുക. എത്ര പേർ വിശ്വസിക്കുന്നു? ഇന്ന് പകൽ ആത്മസാന്നിധ്യം ഇതിനകത്തിറങ്ങി വരികയാ. ഞാൻ ആത്മാവിൽ കാണുന്നു, തകരുമെന്ന് ചിന്തിച്ച ചില വീടുകൾക്കകത്തു നിന്ന് ദൈവം കരുത്തുറ്റ അഭിഷിക്തന്മാരെയും കരുത്തുറ്റ അഭിഷിക്തകളെയും ദൈവം പുറത്തു കൊണ്ടുവരുന്ന ഒരു കാഴ്ച. In mighty power. Yes, 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 yes. പിശാചേ, നിനക്ക് തെറ്റി. നീ തൊടുന്നത് സാധാരണക്കാരെയല്ല, ആ വാഗ്ദത്തമുള്ളവനെ, അഭിഷേകമുള്ളവനെ, പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചതിനെയാ. കഴിയില്ല നിനക്ക്, കഴിയില്ല നിനക്ക്. ചില അഭിഷിക്തന്മാർ, അഭിഷിക്തകളെ സ്വർഗ ഈ ദിവസങ്ങളിൽ പുറത്തു കൊണ്ടുവരുന്ന ഒരു സീസൺ. ഓ വന്ന് കയറിയ ആ വിചാരങ്ങൾക്ക് കണക്കില്ല, കിട്ടിയ തുട്ടിന് കണക്കില്ല. പരിശുദ്ധാത്മാവ് പറയുന്നു, പിശാചേ, നിനക്ക് തെറ്റി. അവൻ ആ വീട്ടിനകത്തുനിന്ന് പുറത്തു വരുന്നത് ഇത് ചെയ്ത ചിലതിന് മാനസാന്തരപ്പെടുത്താൻ കരുത്തുറ്റ അഭിഷേകമുള്ള ചിലത് പുറത്തു വരും. ഓ വൗ വൗ അസാധാരണമായ ചില ഇടപെടലുകൾ ഇന്ന് പകലിൽ നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തട്ടെ. നിന്റെ മേൽ ദൈവം വെളിപ്പെടുത്തട്ടെ. ഒരുമിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഇന്ന് പകല മഹത്വം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. മഹത്വം നമ്മുടെ നടുവിൽ ചലിക്കട്ടെ. ചേർന്ന കരങ്ങളെ തട്ടി ഇന്ന് പകൽ ഒരുമിച്ച് ആ ദൈവത്തിന് ആരാധന കൊടുക്കാം. യെസ്, എല്ലാ കരങ്ങളെ വിളിച്ച് ഇല്ല
ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല. എന്നെ തകർപ്പാൻ ശത്രുവിൻ കര് എന്റെ മേൽ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും അവരെന്നെ തകർപ്പാൻ ശത്രുവിൻ കര് എന്റെ മേൽ ഉയർന്നെന്നാലും ഉറ്റവർ പോലും ശത്രുക്കൾ പോലെ എന്റെ നേരെ തിരിഞ്ഞെന്നാലും ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു, ഇല്ല ഇല്ല ഞാൻ തളരുകയില്ല, ഇല്ല ഇല്ല ഞാൻ പതറുകയില്ല. എന്റെ യേശു ജീവിക്കുന്നു. വാഗ്ദത്തം ചെയ്തവർ വാക്കുമാറുമോ, വാഗ്ദത്തം ചെയ്തവർ വാക്കുമാറുമോ, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല, ഇല്ല ഇല്ല ഒരിക്കലുമില്ല. യേശു വാക്കുമാറുകില്ല. പ്രതികൂല കാറ്റടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരുമായിടിലും. പ്രതികൂല കാറ്റടിച്ചിടിലും എന്റെ ഉള്ളം കലങ്ങിടിലും ഒരിക്കലും ഉയരില്ല എന്ന് വിധിച്ച് ഏവരുമായിടിലും. ഇല്ല ഇല്ല ഞാൻ കുലുക്കുകയില്ല, ഇല്ല ഇല്ല ഞാൻ വീഴുകയില്ല,
യേശുവേ